All right, so Shazir, can we start? We got like 19 members out of 40. That's a less number, like 50% drop. But that's fine. It happens because it's a Sunday. So can we start, guys? Nobody's saying anything. What happened? No energy in 4.0? Yes, you can start. Okay, perfect. That's the response that I'm expecting. So first of all, before we dive in, I'm expecting, I have to make this session more interactive. So you have to turn on your camera. So if it's okay, if it's possible, please turn on your camera. So, it would be more interactive rather than that cheeky or damn boring online session. So Prabhita, can you please turn on your camera if it's possible? Oh, here you go. Hey, amazing. How are you doing? We got Ibrahim, we got Previda, we got Shijir. Amazing. Oh, we got Love Life. Oh, what's your name? You're mute. Bima. Bima. Oh, amazing. Okay. So what about others? Since like they are in okay, we got Berna. So how about others? Hey Vismaya. Seems like others are facing some issues. Okay. Let's wait a couple more minutes. Maybe they might be in a different place, so they're not able to turn on their camera. Maybe they're changing the location. So just wait for 2 more moments. Okay. So can we start? Seems like yeah, we got most of you. Yeah, we got Fahim, Famiha Hassan. Okay, amazing. Okay, so can we start, guys? Yes, sir. Perfect. So yeah, so first of all, welcome to our community 4.0, meaning EBC 4.0. And I'm so glad, I'm so happy. And we're gonna make a drastic change here from here. So here you go. So first of all, ഞാൻ എന്നെ കുറിച്ച് തന്നെ ഒരു ചെറിയ ഇൻട്രോ തരാം. ഞാൻ ആരാണ്, നിങ്ങളുടെ ട്രെയിനർ ആയിട്ട് വരുന്ന ഞാനാണ്. ഇപ്പൊ ഞാൻ ആരാണെന്നുള്ള ഒരു ചെറിയൊരു ഇൻട്രോ തരാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഡോക്യുമെന്റിലേക്ക് പോവാം. അവിടെ എങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റി യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ നിങ്ങൾക്ക് മോസ്റ്റ് ഓഫ് ഇറ്റ് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ യു റെഡി? എടാ ഒരു തംസ് അപ്പ് ഒക്കെ ഇടാ. ഭയങ്കര സ്ലോ ആണല്ലോ നിങ്ങൾ. 4.2 ഒരു എനർജി ആണെന്നില്ലല്ലോ. 3 എന്നൊക്കെ പറഞ്ഞാൽ അടിച്ച് കയറി വരികയാണ്. Come on, guys. Okay. Come on. Power. Yeah, come Power. on. Yeah, here you go. Okay. So, okay. ഇടയ്ക്ക് ഒരു തംസ് അപ്പ് ഇടാ. ഇടയ്ക്ക് ഒരു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇറ്റ് ഷുഡ് ബി ഇന്ററാക്റ്റീവ്. ഇതെന്ന് പറയുന്ന ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാതെ ഇന്ററാക്റ്റീവ് സെഷൻ ആവൂല. അപ്പൊ നമ്മളെ ഓൺലൈൻ ക്ലാസ് പോലെ സ്കൂളിലൊക്കെ കേൾക്കുന്ന പോലെ അല്ലെങ്കിൽ കോളേജിൽ കേൾക്കുന്ന പോലെ വെറുതെ വെക്കുക, അവിടെ ഫോൺ വെച്ചു, ഇവിടെ ഫോൺ വെച്ചു, അതുകൊണ്ട് കാര്യമില്ലട്ടാ. നമുക്കൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഉണ്ടാവണം, നിങ്ങൾ ആക്റ്റീവ് ആവണം, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കണം, നിങ്ങൾ അടിപൊളിയായിട്ട് കട്ടയ്ക്ക് നിൽക്കണം നമ്മുടെ കൂടെ. എന്നാലാണ് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? നോക്കിയൊക്കെ പറയടാ. ഓക്കെ, പെർഫെക്റ്റ്, അമേസിങ്, ഐ ലവ് ദാറ്റ്. ഓക്കെ, അപ്പോൾ എന്നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു US ബേസ്ഡ് സ്റ്റാർട്ടപ്പിലാണ്. അപ്പൊ ഞാൻ കുറെ ഇന്റർനാഷണൽ ക്ലയൻസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സംഭവമാണ്, നമ്മളുടെ മല്ലൂസ് ഈ കമ്മ്യൂണിക്കേഷനിൽ കുറെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. അവർ ഡിസേർവ് ചെയ്യുന്ന ഒരു പൊസിഷനിലേക്കോ അവർ ഡിസേർവ് ചെയ്യുന്ന ഒരു പാക്കേജിക്കോ അവർക്ക് എത്താൻ പറ്റാത്തതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. കുറെ സ്കില്ലുള്ള ആൾക്കാരുണ്ട്, അടിപൊളിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ടൊന്നല്ല നമ്മളൊരു നല്ല പൊസിഷനിലേക്ക് എത്താത്തത്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലാക്ക് ചെയ്യുന്നുള്ള ഒരു കോമൺ ഇഷ്യൂ കൊണ്ടാണ്. അങ്ങനെയാണ് നമ്മൾ EBC ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. അങ്ങനെ നമ്മളൊരു ഫ്രീ കമ്മ്യൂണിറ്റി ആയിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. അതിനിടയ്ക്ക് നമ്മൾ കുറെ ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്ത് കുറെ ആൾക്കാരൊക്കെ അലമ്പായിട്ട് കയറി വരികയും കമ്മ്യൂണിറ്റി വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യും, ആ എൻവയൺമെന്റ് ഒക്കെ കോളാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മളെ കൂടുതൽ മെമ്പേഴ്സിനെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും, ഹയർ ചെയ്യും, നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട്, ക്വാളിറ്റി കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. സോ അതിനെ കുറിച്ച് പറയുന്നത് അഗെയിൻ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് EasyFi എന്ന് പറയുന്ന ഒരു ഗ്രോയിങ് സ്റ്റാർട്ടപ്പിലാണ്, US തന്നെയുള്ള ഒരു ഗ്രോയിങ് സ്റ്റാർട്ടപ്പിലാണ്. അപ്പൊ ഡെയിലി ഇന്റർനാഷണൽ ക്ലയൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്
സെയിൽസ് റോളിലും ക്ലയന്റ് റിലേഷൻ റോളിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്നെ ട്രസ്റ്റ് ചെയ്യാം. കാരണം നമ്മളിവിടെ എല്ലാം നമ്മൾ ലിറ്ററേച്ചർ ഒന്നല്ല പഠിക്കാൻ പോണത്. എല്ലാ കാര്യങ്ങളും സകല ഇംഗ്ലീഷിന്റെ സാധനങ്ങളൊന്നും എടുത്തിടാൻ പോകുന്നില്ല. പക്ഷെ നമ്മളെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്താലാണ് നമുക്ക് തെറ്റില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ മമ്മി വിളിക്കുന്നുണ്ട്. അമ്മച്ചി ഒരു മിനിറ്റ്, ഒരു ക്ലാസ്സിലാണേ. ഓക്കെ, ഇതാണ് നമ്മളെ മമ്മീട്ടാ, ക്ലാസ്സിലാണേ. നിങ്ങൊന്ന് വെയിറ്റ് ചെയ്ത് വരുന്നു. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ നമ്മൾ കുറച്ച് ഗ്രാമറും കാര്യങ്ങളൊക്കെ, അത്യാവശ്യമായിട്ടുള്ള ഗ്രാമറും കാര്യങ്ങളൊക്കെ കവർ ചെയ്യും. അപ്പൊ ഫസ്റ്റത്തെ ഒരു 10-15 ദിവസം നിങ്ങൾക്ക് കുറച്ച് ഓവർവെൽമിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യാതെ പിടിച്ചു നിൽക്കുക. ഒരു 15 ദിവസം മാത്രം ഒന്ന് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. പിന്നെയുള്ള ക്ലാസ് ഒക്കെ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പൊ ഫൗണ്ടേഷൻ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും. അപ്പൊ നിങ്ങൾ പിടിച്ചിരിക്കുക. അപ്പൊ നമുക്ക് ഡോക്യുമെന്റിലേക്ക് പോവാം. എങ്ങനെ നമ്മളെ കമ്മ്യൂണിറ്റി യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മളെ കോഴ്സിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എത്ര പേര് ബിഗിനേഴ്സ് ഉണ്ട്, എത്ര പേര് ഇന്റർമീഡിയറ്റ് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇടുമോ? അല്ലെങ്കിൽ ഞാൻ ഹാൻഡ് റൈസ് ചെയ്യാം നിങ്ങൾക്ക്. എത്ര ബിഗിനേഴ്സ് ഉണ്ട് ഇവിടെ? ഒന്ന്. എല്ലാവരും ഇന്റർമീഡിയറ്റ് ആണോ അതോ അഡ്വാൻസ് ആണോ? ഒറ്റൊരു ബിഗിനർ ഉള്ളൂ? 2 ബിഗിനേഴ്സ് ഉണ്ട്. അപ്പൊ 2 ബിഗിനേഴ്സ് വെച്ച് ബാക്കി എല്ലാവരും ഇന്റർമീഡിയറ്റ് ആണോ? അപ്പൊ നമുക്ക് ബിഗിനേഴ്സ് ചാലഞ്ചിന്റെ ആവശ്യമില്ലേ? നേരെ ഇന്റർമീഡിയറ്റ് ചാടണോ? അല്ല, ഞാനും ബിഗിനേഴ്സ് ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഓപ്ഷൻ കാണില്ല, കൈ പൊന്തിക്കുന്നത്? Okay, no worries. It seems like we got a lot of beginners, so perhaps we had better start from the beginners challenge itself. Okay, so എനിക്ക് തോന്നുന്നു നമുക്ക് ബിഗിനേഴ്സ് ചാലഞ്ച് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം നമുക്ക് കുറെ ബിഗിനേഴ്സിനെ ഇവിടെ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറെ ആൾക്കാർക്ക് കൈ പൊക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് എല്ലാവരും കൈ പൊക്കാത്തത്. സോ എത്ര ഇന്റർമീഡിയറ്റ് ഉണ്ടെന്ന് പറയോ? ഈ ബിഗിനേഴ്സ് ഒന്ന് ഹാൻഡ് ഡൗൺ ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ഇന്റർമീഡിയറ്റ്സ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ? ഹാൻഡ് റൈസ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റിൽ ഇട്ടാൽ മതി. ഐ എം എ ബിഗിനർ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞിട്ട് ഇട്ടാൽ മതി. അപ്പൊ നമുക്കൊരു റഫ് കൗണ്ട് കിട്ടൂല. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്ന് ട്യൂക്ക് ചെയ്യാം. സാർ, എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് നമ്മൾ ഇന്റർമീഡിയറ്റ് ആണോ അല്ലെങ്കിൽ സ്റ്റിൽ ബിഗിനർ ഫേസ് തന്നെയാണെന്ന് മനസ്സിലാവാന്? മനസ്സിലാവുന്നില്ലല്ലേ? ഓക്കെ, നോ പ്രോബ്ലം. എക്സാക്ട് ബ്രോക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഒരാളായിട്ട് അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? തോട്ട്സ് എല്ലാം കണ്ടുചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ അത് സ്ട്രക്ചർ ആയിരിക്കില്ല. ഒന്ന് വളഞ്ഞ് മുക്കുടിച്ചാലോ. അപ്പൊ എക്സാക്ട്ലി ബിഗിനർ ആണ്. കാരണം നമുക്ക് ആ സ്ട്രക്ചർ ഇപ്പൊ ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ യു ഗോ ഓൺലി എന്തൊക്കെ പറയൂ വരും നമുക്ക് മനസ്സിലാവില്ല. കാരണം ഒരു സ്ട്രക്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെർബ് വരേണ്ട അടുത്ത് അഡ്ജക്റ്റീവ് വരേണ്ട അടുത്ത് വേറെ സാധനം വരും. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ പറയുന്ന സാധനം മനസ്സിലാവും, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല. അപ്പൊ അതിനെ നമ്മൾ എക്സാക്ട് ബിഗിനർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെന്റൻസ് പോലും നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഫ്രം സ്ക്രാച്ച് തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ കവർ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്ന പോലെ വർക്ക്ഔട്ട് ചെയ്താൽ മതി. അപ്പോ നമുക്ക് ഒരു മിക്സ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഇന്റർമീഡിയറ്റ് ഉണ്ട്, ബാക്കി എല്ലാവരും ബിഗിനേഴ്സ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് നമുക്ക് ബിഗിനേഴ്സ് ചാലഞ്ചിൽ തുടങ്ങാം. അപ്പൊ 2 പേർക്കുള്ള പാത്ത് ഡിഫറെന്റ് ആണ്. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, ഞാനത് നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്റെ സ്ക്രീൻ ഒന്ന് വിസിബിൾ അല്ലേ എന്ന് എല്ലാവരും ഒന്ന് പറയണം. ഓക്കെ, സ്ക്രീൻ വിസിബിൾ അല്ലേ? അപ്പോ ഓക്കെ, thank you. So how to use our community? That's the ultimate question that we have to solve today. We have to understand today. അപ്പോ എങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റി പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നിങ്ങൾ ഇപ്പൊ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ ഗ്രൂപ്പ് കാണാൻ പറ്റും. നിങ്ങൾ നോക്കുമ്പോൾ ബിഗിനേഴ്സ് ചാലഞ്ച്, മറ്റേത് ഡൗട്ട്, ഡിസ്കഷൻ, പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഗ്രൂപ്പ് കാണാൻ പറ്റും. ഭയങ്കര ഓവർവെൽമിംഗ് ആണ്, തേങ്ങ എടുക്കുന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഇത് ഈ ഓരോ ഗ്രൂപ്പിനും ഓരോ പർപ്പസ് ഉണ്ട്. നിങ്ങൾ എല്ലാ ഗ്രൂപ്പും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? എന്തെങ്കിലുമൊക്കെ പാടുണ്ടാക്കിയേ. Yes, clear. ഓക്കെ, അപ്പൊ ഈ 7 ഗ്രൂപ്പ്സ് മേജർ ആയിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ കമ്മ്യൂണിറ്റി എടുത്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ചിലരൊന്നും എല്ലാ ഗ്രൂപ്പിലും ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളെ കമ്മ്യൂണിറ്റി എടുത്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നമ്മളെ കമ്മ്യൂണിറ്റിക്ക് നിങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് കമ്മ്യൂണിറ്റിക്ക് പോയി നോക്കാം. എന്റെ ഫിൽറ്റർ കാരനെ മൊത്തത്തിൽ കാണുന്നില്ല, ജസ്റ്റ് ഒന്ന് ഫിൽറ്റർ ഒന്ന് ഒഴിവാക്കിയോട്ടെ. സോ ഇതെങ്ങനെയാ ഒഴിവാക്കുക? ഇതാരിട്ടത്? ഓക്കെ പോകുന്നില്ല. ഓക്കെ ഇപ്പൊ കാണുന്നില്ലേ?
ഇത് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ഒന്ന് കയറോ? നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് കയറോ? ഓക്കെ, അപ്പൊ എല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റി കയറുമ്പോ എന്താണ് നിങ്ങൾക്ക് കാണുന്നത്? എക്സാക്ട് കുറെ ഗ്രൂപ്പുകൾ കാണുന്നില്ലേ? ഒരുപാട് ഗ്രൂപ്പുകൾ കാണുന്നില്ലേ? എക്സാക്ട്ലി. അപ്പോ നമ്മൾ ഇതിൽ കമ്മ്യൂണിറ്റി കുറെ ഗ്രൂപ്പുകൾ ഉണ്ടാവും. കുറെ ആൾക്കാരൊന്നും കുറെ ഗ്രൂപ്പിൽ ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് കാണാം അനൗൺസ്മെന്റ്, ഓൺ ബോർഡിങ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറെ ഗ്രൂപ്പ് കാണാം. 26 മെമ്പേഴ്സ്, 25 മെമ്പേഴ്സ്, എല്ലാ ഗ്രൂപ്പിലും എല്ലാവരും കയറിയിട്ടില്ല ഇതുവരെ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഓരോ ഗ്രൂപ്പിന്റെയും പർപ്പസ് മനസ്സിലാക്കണം. കാരണം ഈ ഓരോ ഗ്രൂപ്പിനും ഡിഫറെന്റ് പർപ്പസ് ഉണ്ട്. നിങ്ങൾ അവിടെ കൊണ്ട് തെറ്റിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ കിക്കൗട്ട് അടിക്കും. കിക്കൗട്ട് അടിക്കൊന്നുമില്ല, വാണിങ് വരും. അപ്പൊ മാക്സിമം നമ്മൾ ഇതിന്റെ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ നോക്കുക. അതാകുമ്പോൾ ബാക്കിയുള്ളവർക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫസ്റ്റ് വരുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഉണ്ട്. ആ പാർട്ട് ക്ലിയർ അല്ലേ? ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പെർട്ടിക്കുലർലി ഒരു 4 ഗ്രൂപ്പാണ് ബിഗിനേഴ്സിനുള്ളത്, 2 ഗ്രൂപ്പാണ് ഇന്റർമീഡിയറ്റ്സിനുള്ളത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ബിഗിനേഴ്സ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ബിഗിനേഴ്സിനുള്ള ഗ്രൂപ്പിൽ മാത്രം കയറാം, ഇന്റർമീഡിയറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഇന്റർമീഡിയറ്റിനുള്ള ഗ്രൂപ്പിൽ മാത്രം കയറാം. എല്ലാത്തിലും കയറി എന്ന് വെച്ചിട്ട് യാതൊരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വരുന്നത് ബിഗിനേഴ്സിന്റെ ജേർണി എങ്ങനെയായിരിക്കും, ബിഗിനേഴ്സ് ഏതൊക്കെ ഗ്രൂപ്പാണ് യൂസ് ചെയ്യേണ്ടത്, അവരുടെ ആ ഒരു ജേർണി എങ്ങനെയായിരിക്കും എന്നാണ് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ബിഗിനേഴ്സ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബിഗിനേഴ്സ് ചാലഞ്ച് ആണ്. ബിഗിനേഴ്സ് ചാലഞ്ച് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് നമുക്ക് 3 പ്രോഗ്രാംസ് ആണ് നമുക്കുള്ളത്. ഒന്ന് ഫൗണ്ടേഷൻ പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ തെറ്റില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാച്ചുറാലിറ്റി പ്രോഗ്രാം. ഈ തെറ്റില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സൗണ്ട് ഭയങ്കര ഭയങ്കര ബേസിക് ആയിരിക്കും. ആൾക്കാരൊക്കെ പറയും നീ പെട്ടെന്ന് അവർ ഐഡന്റിഫൈ ചെയ്യും, നീ മലയാളി അല്ലടാ, ഞാൻ ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ ആ ഒരു സാധനത്തിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ നാച്ചുറാലിറ്റി പ്രോഗ്രാം ഉള്ളത്. അപ്പൊ ഒരു ഇംഗ്ലീഷുകാരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ സംസാരിക്കുന്നു, അതുപോലെ അതുപോലെ അവർ യൂസ് ചെയ്യുന്ന പഴഞ്ചൊല്ലുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഒന്നുകൂടി നാച്ചുറൽ ആക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ പ്രോഗ്രാം, നാച്ചുറാലിറ്റി പ്രോഗ്രാം. ആൻഡ് ഫൈനലി നമ്മളെ ഫ്ലുവൻസി പ്രോഗ്രാം, നമ്മളെ ആക്സെന്റ് സെറ്റ് ആക്കുക, റിതം സെറ്റ് ആക്കുക, അവരെ പോലെ തന്നെ ആ ഒരു ടൊണാലിറ്റി കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ലാസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മളുടെ ഫ്ലുവൻസി പ്രോഗ്രാം. അങ്ങനെ 3 പ്രോഗ്രാമാണ് ഉള്ളത്. ഇതിലെ ഫസ്റ്റത്തെ ഫൗണ്ടേഷൻ പ്രോഗ്രാം ഇല്ലേ, ആ സാധനം തന്നെയാണ് നമ്മുടെ ബിഗിനേഴ്സ് ചാലഞ്ച്. 21 ദിവസത്തെ സ്ട്രക്ചേർഡ് പ്രോഗ്രാം ആയിരിക്കും ബിഗിനേഴ്സ് ചാലഞ്ച്. ബിഗിനേഴ്സ് ചാലഞ്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങും, തെറ്റില്ലാതെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങും. അത് നമ്മളെ കമ്മ്യൂണിറ്റി 3.0 മെമ്പേഴ്സിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, അവർ ആ ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതാണ് ബിഗിനേഴ്സ് ചാലഞ്ച്. ബിഗിനേഴ്സ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ 21 ഡേയ്സിന്റെ സ്ട്രക്ചേർഡ് പ്രോഗ്രാം ആണ്. അപ്പോ നിങ്ങൾക്ക് വേണ്ട കോഴ്സും ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഒക്കെ അവിടെ ഇടും. ബേസിക്കലി ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പോയി ജോയിൻ ചെയ്യാം. നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് നേരെ എടുക്കുക, ആ ഗ്രൂപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ആ ഗ്രൂപ്പ് നിൽക്കുക, ജോയിൻ അടിക്കുക. ഇതൊന്നും ഇപ്പൊ തന്നെ എല്ലാവരും ചെയ്യോ? ബിഗിനേഴ്സ് ആയിട്ട് ഫീൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മള്. ഓക്കെ, ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, അതില് ഞാൻ കാണുന്നത് ഒരു 28 മെമ്പേഴ്സിനാണ്. നമുക്കൊരു 40 എബവ് മെമ്പേഴ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ 28 മെമ്പേഴ്സിനായി ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ള മെമ്പേഴ്സ് ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോവാ. ബിഗിനേഴ്സ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാവും, കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ കയറിയ ബിഗിനേഴ്സ് ചാലഞ്ച് ഉണ്ടാവും. ഗ്രൂപ്പ്സ് യു ക്യാൻ ജോയിൻ ഹെഡിങ് വെച്ചിട്ട് കുറെ ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതിൽ ബിഗിനേഴ്സ് ചാലഞ്ചിൽ പോയി ചേരാം. ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ മാത്രം ബിഗിനേഴ്സ് ചാലഞ്ചിൽ കയറാം. ഏസ് ഇട്ടിട്ട് മമ്മി ഡോർ തുറന്നിട്ട് പോയി. ഓക്കെ, അപ്പൊ അതിൽ പോയിട്ട് കയറാം. ഓക്കെ, അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ 21 ഡേയ്സിന്റെ സ്ട്രക്ചേർഡ് പ്രോഗ്രാം. അതായത് ഫസ്റ്റത്തെ ഒരു 15 ദിവസം കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾ അത് വൺസ് അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഗ്രാമറിലായ പോലും ഒന്നിലായ പോലും യാതൊരു ഡൗട്ടും ഉണ്ടാവില്ല. അപ്പൊ അതാണ് നമ്മുടെ ബിഗിനേഴ്സ് ചാലഞ്ച് എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സ് ഇപ്പൊ Day 1 ക്ലാസ്, അതിന്റെ പ്രാക്ടീസ് ഷീറ്റ്, ഓരോ ക്ലാസിന്റെ കൂടെ നമുക്ക് ആക്ടിവിറ്റി ഉണ്ടാവും, പ്രാക്ടീസ് ഷീറ്റും ഉണ്ടാവും. അപ്പൊ ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്തിടണം. എന്നിട്ട് പ്രാക്ടീസ് ഷീറ്റ് നമ്മൾ എല്ലാ ദിവസവും മോർണിംഗ് റീഡ് ചെയ്യണം. അതിന്റെ കംപ്ലീറ്റ് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ക്ലാസിന്റെ കൂടെ കവർ ചെയ്യാം. അപ്പൊ അതാണ് ബിഗിനേഴ്സ് ചാലഞ്ച്. ബിഗിനേഴ്സ് ചാലഞ്ച് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എന്തിനാണ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. ക്ലിയർ അല്ലേ? ഇനി ബിഗിനേഴ്സ് ചാലഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ് ആണല്ലോ. ഇപ്പൊ Day 1, Day 2, Day 3 എന്ന് പറഞ്ഞ Day 21 വരെയുള്ള ഒരു കംപ്ലീറ്റ് ക്ലാസ് ആണ് നമ്മുടെ ബിഗിനേഴ്സ് ചാലഞ്ച്. അപ്പൊ ഈ ബിഗിനേഴ്സ് ചാലഞ്ച് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറെ ഡൗട്ട് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ക്ലാസ് കണ്ടു കഴിയുമ്പോൾ കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരില്ലേ? അപ്പൊ ആ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വന്ന് ചോദിക്കാൻ പറ്റിയ ഒരു ഗ്രൂപ്പാണ് ഡൗട്ട്സ് ആൻഡ് ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. നിങ്ങൾക്ക് ഏതൊരു സമയത്ത് ഡൗട്ട് വരണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്തായിരിക്കും ഡൗട്ട്. അപ്പൊ ഇവിടെ വരാൻ ചോദിക്കുക, ഡൗട്ട് ചോദിക്കുക, ബ്രോ ഇതെങ്ങനെയാണ് ചെയ്യുക. അപ്പൊ നമ്മളെ കമ്മ്യൂണിറ്റിയുള്ള അറിയുന്ന മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റി
3.0യും 4.0യും, അതായത് നമ്മുടെ പ്രീവിയസ് കമ്മ്യൂണിറ്റിയും 4.0യും തമ്മിൽ മെർജ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് സീനിയേഴ്സിനെ പോലെ കുറെ ആൾക്കാരെ കിട്ടും ഈ കമ്മ്യൂണിറ്റിയിൽ. നിങ്ങൾക്ക് സീനിയേഴ്സിനെ പോലെ, നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് സീനിയേഴ്സ് ഉണ്ടാവില്ല, അപ്പൊ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റി ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് സോൾവ് ചെയ്തിട്ട് നമ്മൾ അഡ്മിൻസ് ഉണ്ടാവും, ഞാൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ സ്വിച്ചിട്ട പോലെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാവരും റെഡി ആയിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഡൗട്ട്സ് ആൻഡ് ഡിസ്കഷനിൽ വന്നിട്ട് എന്ത് ക്ലാസ് കണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നേരെ പോവാ, ഡൗട്ട്സ് ആൻഡ് ഡിസ്കഷനിൽ വരാം, ചോദിക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ കുറെ ഡൗട്ട് ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് പോവാ, പിടിക്കുക, ജോയിൻ അടിക്കുക. ക്ലിയർ അല്ലേ? ഇനിയിപ്പോ നിങ്ങൾ ഡൗട്ട് വരാത്ത ടൈപ്പ് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഡൗട്ട്സ് ആൻഡ് ഡിസ്കഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തിട്ടേക്കാം. കുറെ ആൾക്കാരും ഡൗട്ട് ചോദിച്ചാലാണ് നിങ്ങൾ പഠിക്കുള്ളൂ. അപ്പൊ ഡൗട്ട് ചോദിക്കുക, കുറച്ചൊക്കെ ഉണ്ടാക്കി ചോദിക്കുക. നിങ്ങൾ ഇതൊരു പൊട്ടത്തരാവോ അല്ലെങ്കിൽ ഇതൊരു റിഡിക്കുലസ് ക്വസ്റ്റ്യൻ ആവോ എന്നൊന്നും ചിന്തിക്കേണ്ട. ജസ്റ്റ് പോവാ, സ്പീക്ക് ഔട്ട് യുവർ മൈൻഡ്. whatever the ridiculous thing is, speak out your mind. എത്ര പൊട്ടത്തരാണെന്നുണ്ടെങ്കിലും പോയി ചോദിക്കുക. ഓക്കെ, ഇനി അടുത്ത സാധനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ബിഗിനേഴ്സ് ചാലഞ്ച് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ, ബിഗിനേഴ്സ് ചാലഞ്ച് എന്ന് പറയുന്ന ഗ്രൂപ്പ് അഡ്മിൻസ് ഓൺലി ഗ്രൂപ്പാണ്. അതായത് നിങ്ങൾ അവിടെ മെസ്സേജ് ഒന്നും ഇടാൻ പാടില്ല. അഡ്മിൻസ് ഒരു ദിവസത്തെ ക്ലാസ് ഇങ്ങനെ ഇടും. കാരണം ഒരു പുതിയ ആൾ വന്നാലാന്നുണ്ടെങ്കിൽ ക്ലാസ് ഒരു ദിവസം മിസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കാണാൻ അതിന്റെ ഹിസ്റ്ററി. അതുകൊണ്ട് ഇവിടെ അഡ്മിൻസ് മാത്രമായിരിക്കും മെസ്സേജ് ഇടാം. അതിലുള്ള ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾ ഡൗട്ട്സ് ആൻഡ് ഡിസ്കഷനിൽ ചോദിക്കും. ഇനി ഈ ബിഗിനേഴ്സ് ചാലഞ്ചിൽ ഓരോ ദിവസത്തിന്റെ കൂടെ ഓരോ ആക്ടിവിറ്റീസ് നമ്മൾ തരും. ഓരോ ദിവസം ക്ലാസ് കാണുമ്പോൾ ഒരു ആക്ടിവിറ്റീസ് തരും. ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കത് മനസ്സിലായി എന്നൊക്കെ തോന്നും, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല. ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എനിക്കത് മനസ്സിലാവില്ലെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഒന്നും മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ അങ്ങനെയാണ് സാധനം വർക്ക് ചെയ്യുക. അപ്പോ ബിഗിനേഴ്സ് ചാലഞ്ച് കണ്ട് ആക്ടിവിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം? ആക്ടിവിറ്റി നിങ്ങൾ പ്രാക്ടീസ് സോണിൽ വന്നിട്ട് ഇടാം. നമ്മൾ തരുന്ന ഓരോ ആക്ടിവിറ്റിയും ഡേ 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ പ്രാക്ടീസ് സോണിൽ നിങ്ങൾ ഏത് ഡേയിൽ ആക്ടിവിറ്റി ആണോ ചെയ്യുന്നത് ആ ഡേ എന്ന് പറഞ്ഞിട്ട് വേണം ഇടാൻ. ഇപ്പൊ ഡേ 1 ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ ഡേ 1 എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഡേ 1 ആക്ടിവിറ്റി ചെയ്യാം. ഇപ്പൊ ഡേ 1 ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നിങ്ങൾ കുറെ മിസ്റ്റേക്സ് ഉണ്ടാക്കും, പക്ഷെ അതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഡേ 1 ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പോകുന്നില്ല, നിങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടാക്കും. അപ്പൊ ആ മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു എന്താ പറയാ, നമ്മൾ അങ്ങനെയാണ് നിങ്ങളെന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഡേ 1 എന്ന് പറഞ്ഞിടാം. അപ്പൊ അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കെയർ ചെയ്യേണ്ട. ഇപ്പൊ ഡേ 2 വരുമ്പോൾ ഡേ 3 വരുമ്പോൾ ഒക്കെ നിങ്ങൾ അതിൽ ഫസ്റ്റ് എന്ത് കൊടുക്കുക? ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് വേണം പ്രാക്ടീസ് സോണിൽ ആക്ടിവിറ്റി ഇടാനായിട്ട്. ഇവിടെ ഡേ 12 ശേഷമുള്ള ആൾക്കാരും ആക്ടിവിറ്റി കൊണ്ടുവന്നിടും. അപ്പൊ അത് നിങ്ങൾ ഹെഡിങ് കൊടുക്കണം. ഏത് ഡേയിൽ ആക്ടിവിറ്റി ആണോ നിങ്ങൾ ഇടുന്നത് അത് ഹെഡിങ് കൊടുത്തിട്ട് വേണം ആക്ടിവിറ്റി ഇടാൻ. ക്ലിയർ അല്ലേ? അപ്പോ നമ്മൾ ക്ലാസ് ബിഗിനേഴ്സ് ചാലഞ്ചിന് കണ്ടു. ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ആൻഡ് ഡിസ്കഷനിൽ പോയി ഡിസ്കസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആക്ടിവിറ്റി ഇട്ടു. ഓക്കെ, ഇനി ഈ പഠിച്ച സാധനങ്ങൾ ഫസ്റ്റ് ഡേയിലൊന്നും നിങ്ങൾക്ക് പോയിട്ട് സംസാരിക്കാൻ പറ്റുന്ന എക്സ്പെക്ട് ചെയ്യരുത്. പക്ഷെ നിങ്ങൾക്ക് ആ മുറി ഇംഗ്ലീഷ് ഉണ്ടല്ലോ, ആ മുറി ഇംഗ്ലീഷ് വെച്ചിട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ആ ബ്രോക്കൺ ലാംഗ്വേജ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുമില്ല, നേരെ പോവാ. ബഡി ടോക്ക് ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ അണ്ടറിൽ. നോക്കിക്കഴിഞ്ഞാല് ബഡി ടോക്സ് ബിഗിനേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. ബഡി ടോക്ക് ബിഗിനേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലിറ്ററലി ചാറ്റ് ചെയ്യാനുള്ള, നിങ്ങൾക്ക് ആൾക്കാരായിട്ട് സംസാരിക്കാനുള്ള ഒരു ഗ്രൂപ്പാണ്. അവിടെയാണ് നമ്മൾ ഇനി 24/7 എന്ത് കൊണ്ടുവരാൻ പോകുന്നത്? കോൺവെർസേഷൻസ് കൊണ്ടുവരാൻ പോകുന്നത്. അവിടെ അഡ്മിൻസ് വന്നിട്ട് സെഷൻസ് കണ്ടക്ട് ചെയ്യും. അഡ്മിൻസ് വന്നിട്ട് ഓരോ ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറയും. ഗെയിംസ് ഉണ്ടാവും, റോൾ പ്ലേസ് ഉണ്ടാവും, ഡിബേറ്റ്സ് ഉണ്ടാവും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇനി അവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല. ചില സമയത്ത് നിങ്ങൾ എല്ലാ സമയത്തും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല. ചില സമയത്ത് നിങ്ങൾ തെന്നിയിട്ട് മലയാളത്തിലേക്ക് വീഴും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ മാക്സിമം ഇംഗ്ലീഷിൽ പിടിച്ചിരിക്കാൻ നോക്കുക. Are you here, right? I just spaced out. Sorry for that. So, yeah. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു തന്നത്? ആരെന്തോ ചോദിക്കുന്നുണ്ട്, എന്റെ കിളി പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ കിളി പോയതല്ല, ഞാൻ വേറെന്തോ ചിന്തിച്ചു പോയതാണ്. അപ്പോ സംഭവം ഇത്രേ ഉള്ളൂ. ബഡി ടോക്ക് എന്ന് പറയണേല് ഇംഗ്ലീഷിലാണ് നിങ്ങൾ സംസാരിക്കേണ്ടത് എന്ന് വിചാരിച്ച് നിങ്ങൾ മലയാളത്തേക്ക് ഒന്ന് തെന്നിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് തെന്നിപ്പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുക. ഇടയ്ക്കൊക്കെ നിങ്ങൾക്കൊന്ന് മലയാളത്തേക്ക് തെന്നിപ്പോവുക. എന്ന് വെച്ചാൽ മലയാളം തന്നെ കണ്ടിന്യൂ ചെയ്യരുത്. ഒരാൾ മലയാളം സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാവരും വന്ന് മലയാളം എടുത്ത് കുറയ്ക്കും. അപ്പൊ അതിന് നിൽക്കരുത്. ഇത് ഈ എല്ലാത്തിനും ഓരോ പേർപ്പസ് ഉണ്ട്. അപ്പൊ ബഡി ടോക്ക് ഫോർ ബിഗിനേഴ്സിൽ ലാശം നിങ്ങളൊന്ന് തെന്നിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കാം, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാന്ന് വെച്ചിട്ട് അപ്പൊ തന്നെ ഇംഗ്ലീഷിലേക്ക് സ്വിച്ച് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ ഒരു കിക്ക് സ്റ്റാർട്ടർ പോലെ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഭയങ്കര പേടിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കിക്ക് സ്റ്റാർട്ടർ ആണ് ഇവിടെ നിങ്ങൾക്ക് എന്ത് മിസ്റ്റേക്സ് വേണമെങ്കിലും ഉണ്ടാക്കാം. യു ഗോ ഓൺലി, ഐ ഗോ, ഐ കം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങാൻ അങ്ങോട്ട് ഒന്നും പേടിക്കാനില്ല. ഇവിടെ അങ്ങനെ ഒരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് ആയിരിക്കും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ബഡി ടോക്സ് ഓഫ് ബിഗിനേഴ്സ്. ക്ലിയർ അല്ലേ? ക്ലിയർ. അപ്പൊ നിങ്ങൾ ക്ലാസ് പഠിച്ചു, ഡൗട്ട് ക്ലിയർ ചെയ്തു, പ്രാക്ടീസ് ചെയ്ത സാധനം പിന്നെ റിയൽ കോൺവെർസേഷനിൽ വന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാണ്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനെ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അയ്യോ ഇത് എന്താ പറയാ, ഫസ്റ്റ് ഒരു ഐസ് ബ്രേക്കർ എടുക്കാൻ. ഐസ് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു കോൺവെർസേഷന് വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ കണ്ടോടത്തോളം നമ്മുടെ ടീമിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല, എല്ലാവരും അടിച്ചു കയറി സംസാരിക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അവരെ ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി പോലെയാണ്. അപ്പൊ ബാക്കിയുള്ളവരെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് അവരെ ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരും ഒരുമിച്ച് സംസാരിക്കുക. അപ്പൊ ബഡി ടോക്ക് ഫോർ ബിഗിനേഴ്സിൽ കുറച്ച് മലയാളത്തിൽ വന്നാലും ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാലും പിന്നെ ബാക്കിയുള്ളവർ പിടിച്ചു കയറ്റി ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ചു പോവാ. ഇതാണ് നമ്മുടെ ബിഗിനേഴ്സിന്റെ ട്രാക്ക്. ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, പെർഫെക്റ്റ്. അപ്പൊ ബിഗിനേഴ്സിന്റെ ട്രാക്ക് കഴിഞ്ഞ് അപ്പൊ നിങ്ങൾ ബിഗിനേഴ്സ് ടോക്കിൽ കയറി ചെറുതായി ഇങ്ങനെ സംസാരിച്ചൊക്കെ തുടങ്ങി നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. ഒരു ക്ലാസ് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. ഇനി ഞാൻ ബിഗിനർ ഒന്നല്ല, എനിക്കിപ്പോ അത്യാവശ്യം സംസാരിക്കാൻ അറിയാം, മലയാളത്തിക്കൊന്നും അങ്ങനെ തെന്നി ഞാൻ വീഴാറില്ല, അത്യാവശ്യം എനിക്ക് ഇംഗ്ലീഷിൽ തന്നെ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് കിട്ടുമ്പോൾ നേരെ ഇങ്ങോട്ട് ചാടാ, ബഡി ടോക്ക് ഫോർ ഇന്റർമീഡിയറ്റിലേക്ക് ചാടാ. പക്ഷെ ബഡി ടോക്ക് ഫോർ ഇന്റർമീഡിയറ്റിൽ വന്നിട്ട് മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കിക്ക് ചെയ്ത് കളയും. ഓക്കെ, അത് നമ്മളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിലുണ്ട്. അവിടെ വന്നിട്ട് മലയാളം പറയാൻ പാടില്ല. അപ്പോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഫീൽ ചെയ്യണം ഞാൻ ഇന്റർമീഡിയറ്റ് ആണ്. എനിക്ക് അവർ ഇന്റർമീഡിയറ്റ് ആൾക്കാരുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറെ ഗ്രാമറും കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഒരു എൻവയൺമെന്റ് കിട്ടിയാൽ മതി. അവർക്ക് ആ ഒരു സർക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് സുഖമായിട്ട് ഇങ്ങനെ കയറി പോകാൻ പറ്റും. അപ്പോ ഓക്കെ എടാ, അതിന്റെ അവിടെ എന്തെങ്കിലുമൊക്കെ കുറെ കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്കൊന്ന് വരാം കേട്ടോ. നമ്മുടെ മെസ്സേജ് ബോക്സിൽ കുറെ ആൾക്കാർ ഇങ്ങനെ ഇട്ട് ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് വരാം. ഏത് HR എന്ന് തോന്നുന്നുണ്ട്. അത് നമുക്ക് HR കിട്ടിയിട്ടുണ്ട്. HR വെച്ചിട്ട് നമുക്ക് കുറെ ഇന്റർവ്യൂ സെഷൻസ് ഒക്കെ എടുക്കാം. അത് നമുക്ക് അടുത്ത് പറയാം. അപ്പോ ബിഗിനേഴ്സിന് ജസ്റ്റ് ഒരു സർക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആ ഒരു മലയാളത്തിൽ എല്ലാവരും മലയാളത്തിൽ സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് അവർ മലയാളത്തിൽ സംസാരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു സർക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് അവർക്ക് എന്നും ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് അവർക്ക് ഡ്രാസ്റ്റിക്കലി കയറി പോകാൻ പറ്റും. അപ്പൊ അത് നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളെ ഫസ്റ്റ് വരും, അവർക്ക് സംസാരിക്കാനൊക്കെ അറിയാം, എൻവയോൺമെന്റ് കിട്ടാത്തതിന്റെ ഒരു പ്രോബ്ലം ആണ്. അപ്പൊ അവർക്കുള്ള ഒരു എൻവയോൺമെന്റ് ആണ് എന്ത് ഇന്റർമീഡിയറ്റ്, ബഡി ടോക്ക് ഫോർ ഇന്റർമീഡിയറ്റ്. അപ്പൊ ബിഗിനേഴ്സിന് ഫീൽ ചെയ്യാണ് ഞാൻ ഇനി ബിഗിനർ അല്ല, എനിക്കിപ്പോ അത്യാവശ്യം നമ്മുടെ ഡേ 10 ഡേ 13 ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും ഇനി ഞാൻ ബിഗിനർ ഒന്നല്ല, ഇനി ഞാൻ ഇന്റർമീഡിയറ്റ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഏത് മൊമെന്റിൽ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഗൈഡ് ലൈൻ ഒന്നും ഇല്ല. നിങ്ങൾ ഇങ്ങനെ ഇത് പാസ്സാവണം, അത് പാസ്സായാലാണ് അങ്ങോട്ട് പോകാൻ പറ്റുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ തോന്നണം എനിക്ക് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നേരെ പോയി ബഡി ടോക്കിൽ എൻ്റർ ചെയ്തോ, സംസാരിച്ചു തുടങ്ങിക്കോ. അപ്പൊ അതാണ് ബഡി ടോക്ക്. നിങ്ങൾക്ക് ഫീൽ ചെയ്യണം ഏത് പോയിന്റിലാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണത്, എനിക്ക് ഇംഗ്ലീഷിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഏത് പോയിന്റിലാണ് ഫീൽ ചെയ്യുന്നത്, അപ്പൊ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റിൽ പോവാം. പക്ഷെ മലയാളം സംസാരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ അത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഈ രണ്ട് ഗ്രൂപ്പ് ബഡി ടോക്ക് ഫോർ ഇന്റർമീഡിയറ്റ്, ബഡി ടോക്ക് ഫോർ ബിഗിനേഴ്സ്, ഇത് അടിപൊളി ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ. നമ്മൾ അഡ്മിൻസ് വന്നിട്ട് ഡെയിലി ഒരു 2-3 സെഷൻ ഒക്കെ കണ്ടക്ട് ചെയ്ത് പോകും. എന്ന് വെച്ചിട്ട് 24 മണിക്കൂർ നമ്മൾ തന്നെയല്ല കണ്ടക്ട് ചെയ്യാം. നിങ്ങളും കൂടിയും ഒരു എഫേർട്ട് ഒക്കെ എടുത്ത് ഇവിടെ വന്നിട്ട് നിങ്ങളും കൂടി സെഷൻസ് കണ്ടക്ട് ചെയ്ത് കുറച്ച് കാഷ്വൽ ടോക്ക് ഒക്കെ ആക്കിയിട്ട് ഇത് അടിപൊളിയായിട്ട് 24/7 ആക്റ്റീവ് ആക്കി നിർത്തണം. നല്ലതാണ്. പ്രാക്ടീസ് സോണിനെ പറ്റി ഒന്നുകൂടെ പറയുമെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. പ്രാക്ടീസ് സോണിലേക്ക് നമുക്ക് വരാം. ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇത് പറയട്ടെ, ഇതൊന്ന് പറഞ്ഞു നിർത്തോട്ടെ. ബഡി ടോക്ക് ഫോർ ബിഗിനേഴ്സും ബഡി ടോക്ക് ഫോർ ഇന്റർമീഡിയറ്റും ഇത് അടിപൊളിയാക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മളെ കമ്മ്യൂണിറ്റി എല്ലാവരും പാടെ വിചാരിക്കണം, അഡ്മിൻസ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇത് അടിപൊളിയാക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ടൈം കിട്ടുന്നത്? ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 15 മിനിറ്റ്, ബാക്കിയുള്ള കോഴ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ 15 മിനിറ്റ് 1-to-1 സെഷൻസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അടിപൊളിയാക്കാന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ നിങ്ങളെ പറ്റിക്കുന്നുണ്ടാവും. അങ്ങനെ 15 മിനിറ്റ് സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും വരാൻ പോകുന്നില്ല. ഇത് നിങ്ങൾക്ക് ഹാബിറ്റ് ആക്കി മാറണം. ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊക്കെ ഇംഗ്ലീഷ് ബഡി സർക്കിൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ രാവിലെ ഞാനൊരു 9 to 5 ആണ്. ഞാൻ വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെറിയൊരു പ്രൊജക്ട് ആണ്, ഇതൊരു പാഷന്റെ പുറത്ത് ചെയ്തൊരു പ്രൊജക്ട് ആണ്. അപ്പോ ബഡി സർക്കിൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു കേസ് നോക്കുന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ ഫുഡ് കഴിക്കായിരിക്കില്ലേ, അപ്പൊ ഒന്ന് സ്പീക്കിംഗ് റൂമിൽ കയറാം. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന്റെ കൂടെ അതായത് ഒരു ഹാബിറ്റ് നമുക്ക് ഉണ്ടാവും. ആ ഹാബിറ്റിന്റെ മേലേക്ക് സ്റ്റാക്ക് ചെയ്തിടുമ്പോൾ നമുക്ക് അത് സിമ്പിൾ ആയിട്ട് ഒരു പുതിയ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. അതായത് ഫുഡ് കഴിക്കുക എന്നുള്ള ഹാബിറ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യാം, നമ്മളെ ഫുഡ് കഴിക്കുന്നതിന്റെ കൂടെ അതിൽ കയറാം.
അതിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, അവരെ കൂടെ ഇരുന്ന് ചാറ്റ് ചെയ്യുക. ഉച്ചയ്ക്ക് ഒന്ന് ലഞ്ച് ടൈമിൽ ഞാൻ ഒറ്റയ്ക്കാണ് പോകാൻ, സാധാരണ കൊളീഗ്സ് ആയിട്ടാണ് ഞാൻ പോകുക. അപ്പൊ കൊളീഗ്സ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കലാണ്. പക്ഷെ അതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു പുതിയ ഹാബിറ്റ് ഉണ്ടാക്കി. കൊളീഗ്സിനെ അങ്ങോട്ട് കട്ട് ചെയ്ത് തന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകും. ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഇവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ വൈകിട്ട് ചായ കുടിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഈവനിങ് ഏതെങ്കിലും ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്ക് എപ്പൊക്കെ ഫ്രീ ടൈം കിട്ടുന്നു അപ്പൊക്കെ നിങ്ങൾ ഉള്ളിൽ വരാം, ഇംഗ്ലീഷിലിരുന്ന് സംസാരിക്കുക. അങ്ങനെ സംസാരിച്ച് നിങ്ങൾക്ക് ഇത് ഹാബിറ്റായി മാറും. കാരണം നമ്മളിവിടെ എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ നിങ്ങൾക്ക് കുറെ സീനിയേഴ്സ് ഉണ്ട്, മേ ബി കുറച്ച് റാഗിങ് ഒക്കെ നടക്കും. ആലിയത്താത്തൊക്കെ നിങ്ങൾ സീനിയർ ആണ്, ആലിയത്താത്തൊക്കെ കുറച്ച് റാഗ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. റാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ അപ്പൊ അങ്ങനെയാണ് സംഭവം. അപ്പൊ വളരെ അടിപൊളിയായിട്ട് എല്ലാവരും ഒരുമിച്ച് വിചാരിച്ച് നമ്മളിതൊരു ഫാമിലി പോലെ വേണം കൊണ്ടുപോകാനായിട്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ 2 ഗ്രൂപ്പ് ആക്റ്റീവ് ആക്കാൻ നിങ്ങൾ എന്നെ വിചാരിക്കണം. ക്ലിയർ അല്ലേ? Yeah, clear. ഓക്കെ. ഇനി പ്രാക്ടീസ് സോണിന്റെ കേസ്. പ്രാക്ടീസ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബിഗിനേഴ്സ് ചാലഞ്ചിലെ ഓരോ ഡേയ്സ്, ഇപ്പൊ ഡേ 1ന്റെ ക്ലാസ് ഞാൻ ഇട്ട് തരുന്നു. നാളെ നമ്മൾ ഡേ 1ന്റെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരും. അപ്പൊ ഡേ 1ന്റെ ക്ലാസ് നിങ്ങൾക്ക് ഇട്ട് തരുമ്പോൾ ഡേ 1ന്റെ ക്ലാസ് മൊത്തം കഴിയുമ്പോൾ ആ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആക്ടിവിറ്റി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. അപ്പൊ ആ ആക്ടിവിറ്റി എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. അത് അതേപോലെ തന്നെ എടുത്ത് ചെയ്യുക. എന്നിട്ട് പ്രാക്ടീസ് സോൺ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വന്നിട്ട് പോസ്റ്റ് ചെയ്യുക. ഡേ 1 ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഈ സാധനം എന്താണോ അത് പോസ്റ്റ് ചെയ്യുക. ഇതാണ് പ്രാക്ടീസ് സോൺ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഡേ 1ലൊക്കെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുത്താം. ഡേ 1ലൊന്നും നമ്മൾ അധികം വന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ നിൽക്കില്ല. കാരണം നിങ്ങൾ മിസ്റ്റേക്ക് വരുത്താനുള്ള ഒരു ടൈമാണത്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മിസ്റ്റേക്ക് വരുത്തിയിട്ടാണ് എഴുതിയിടാം, എന്ത് പൊട്ടത്തെറ്റാണെങ്കിലും എഴുതിയിടാം. എന്നാൽ ഡേ 2 ഡേ 3 അങ്ങനെ കയറി പോകുമ്പോൾ നിങ്ങളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ എന്ത് മിസ്റ്റേക്ക് ആണ് വരുത്തുന്നത് നമ്മൾ അവിടെ തന്നെ ക്ലിയർ ചെയ്ത് തരും. ഇതിങ്ങനെയല്ല, അങ്ങനെയാണ്, മറ്റോണാണ്, മറിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് ക്ലിയർ ചെയ്ത് തരും. അതാണ് പ്രാക്ടീസ് സോൺ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ പ്രാക്ടീസ് സോണിൽ? ഇല്ല, ക്ലിയർ അല്ലേ? അപ്പോ പിന്നെ സാധനമുള്ളതെന്ന് പറയുന്നത് ഇന്റർവ്യൂ ടോക്ക്. ഇന്റർവ്യൂ ടോക്ക് എന്നൊക്കെ പറയുമ്പോ നമ്മൾ നമുക്കിവിടെ HR കിട്ടിയിട്ടുണ്ട്. HR ഒന്ന് സംസാരിക്കോ? HR ഇറങ്ങി പോയാ? പേടിയുള്ള HR ആണോ? HR പേടിച്ചു തോന്നുന്നു. അല്ലാ, അപ്പൊ നമുക്ക് HR നഷ്ടപ്പെട്ടോ? ഓക്കെ. അപ്പൊ നമ്മൾ HR കുറച്ച് കഴിയുമ്പോൾ കംഫർട്ടബിൾ ആവും. അപ്പൊ HR കംഫർട്ടബിൾ ആകുമ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ HR എന്നല്ല നമുക്ക് ആർക്കായാലും, ഇപ്പൊ ഞാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് MNCs ഇന്റർവ്യൂസ് ക്രാക്ക് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ടപ്സിൽ ക്രാക്ക് ചെയ്തിട്ടുണ്ട്, ഒരേ സമയം മൾട്ടിപ്പിൾ കമ്പനീസിൽ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം എങ്ങനെയാണ് ഇന്റർവ്യൂ വർക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ നമ്മൾ അവിടെ റോൾ പ്ലേസ് കണ്ടക്ട് ചെയ്യും. അവിടെ ഇപ്പൊ നിങ്ങളൊരു ജോബിന്റെ ഒരു പോസ്റ്റർ കാണുകയാണ്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ പോസ്റ്റർ കൊണ്ടുവന്നിട്ട് അവിടെ ഇടുക, ബാക്കിയുള്ളവരൊന്ന് ഹെൽപ്പ് ചെയ്യുക. റോൾ പ്ലേസ് എന്ന് പറയുമ്പോൾ ഒരു മോക്ക് ഇന്റർവ്യൂ പോലെ ഞാൻ ഇന്റർവ്യൂർ ആയിട്ട് നിൽക്കും. എന്നിട്ട് നിങ്ങൾ ഒരാൾ ഇന്റർവ്യൂ ആയിട്ട് വരുന്നു, നമുക്ക് എന്നിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യാം, കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, കുറെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. കാരണം ഇതിന്റെ ഉള്ളിൽ കുറച്ച് പേര് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിട്ട് വന്നവരാണ്, ഇന്റർവ്യൂ ഒന്ന് ക്രാക്ക് ചെയ്യാനെന്ന് വെച്ചിട്ട് വന്നിട്ടുള്ളവരാണ്. അപ്പൊ അത്ര ഹെവി ആക്റ്റീവ് ആയിരിക്കില്ല, എന്നാലും മാക്സിമം നമുക്ക് മൂവിങ് ഫോർവേഡ് ഫസ്റ്റത്തെ ഒരു ടൈമിൽ അത്ര ആക്റ്റീവ് ആയിരിക്കില്ല, എന്നാലും മൂവിങ് ഫോർവേഡ് നിങ്ങൾ തന്നെ അതിലെ ഇൻട്രസ്റ്റ് ഉള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് വന്ന് ചാറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഓക്കെ ആയിരുന്ന സമയത്ത് ഞാനും വരും, നമ്മൾ HR-ഉം വരും. HR ഒക്കെ വന്നിട്ട് നമുക്ക് കുറച്ച് മോക്ക് ഇന്റർവ്യൂസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് കുറച്ച് ജോബ് ഇന്റർവ്യൂസ്, നമ്മൾ കാണുന്ന ജോബ് ഇന്റർവ്യൂസും കാര്യങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് മാക്സിമം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്റർവ്യൂ ടോക്സിന്റെ ലക്ഷ്യം. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ അങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി യൂസ് ചെയ്യുക. ഇനി കമ്മ്യൂണിറ്റി യൂസ് ചെയ്യുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ ഡൗട്ട്സ്. ഓക്കെ. ഇനി നിങ്ങൾ പറയും കുറെ ആൾക്കാർക്ക് ഈ സ്പീക്കിംഗ് റൂംസ് നടക്കുന്നുണ്ടെന്ന് പറയുന്നത് എവിടെയാണ് നടക്കുന്നതെന്ന് അറിയില്ല, ഇതെന്താണ്, ഇതിൽ എങ്ങനെയാണ് കയറാന്ന് അറിയില്ല. അപ്പൊ ഈ ഒരു സംഭവം, ഈ 2 ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു, ബഡി ടോക്ക് ഫോർ ബിഗിനേഴ്സും ബഡി ടോക്ക് ഫോർ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്. കാരണം നമ്മൾ കൺസ്യൂം ചെയ്യണം, ഒരു 80% ആണ് നമ്മളെ വീഡിയോ ഒക്കെ കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള 20% കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ, 80% നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്നാലാണ് നമുക്കൊരു ലാംഗ്വേജ് ആണ്, ഇത് നമ്മളുടെ എക്സാം എഴുതാൻ പോകുന്ന സാധനമല്ല. അതുകൊണ്ട് 80% നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, 20% മാത്രം കൺസ്യൂം ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒരു അരമണിക്കൂറാണ് കൺസ്യൂം ചെയ്യാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ ഇതിൽ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എപ്പൊക്കെ ഫ്രീ ടൈം കിട്ടുന്നു അപ്പൊക്കെ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇത് എവിടെയാണ് സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ 2 ഗ്രൂപ്പിലാണ് സ്പെൻഡ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടിയാണ് ഞാൻ പറയുന്നത്. ഓൾറെഡി കോൺവെർസേഷൻസ് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓൾറെഡി ആ ഗ്രൂപ്പിൽ കോൺവെർസേഷൻസ് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ സ്ക്രീൻ ഒന്ന് സൂം ചെയ്യാം. ഓക്കെ. ഓൾറെഡി കോൺവെർസേഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റും? ഓക്കെ. വാണ്ട്സ് ടു ടോക്ക്,
അതായത് ഇപ്പൊ ടോക്ക് ടു ബഡി ഫോർ ഇന്റർമീഡിയറ്റ്സിൽ ടോക്ക് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വാട്സ് ടു ടോക്ക്. നിങ്ങൾക്ക് ടോക്ക് ചെയ്യണമെന്നുള്ള ഒരു സാധനം കാണാൻ പറ്റും. ഇവിടെ ഒരു പച്ച കളറിൽ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ ആ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ അടിയിൽ ഇങ്ങനെ ഒരു സാധനം വരും, ജോയിൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വരും. ഓക്കെ, ക്ലിയർ അല്ലേ? Yeah, clear. ഓക്കെ, അപ്പൊ ആ ജോയിൻ ബട്ടൺ നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആ സാധനത്തിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഉള്ള കുറെ ആൾക്കാരുണ്ടാവും, അവർ സംസാരിക്കുന്നുണ്ടാവും. അവർ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ മ്യൂട്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ടാവും, മറ്റേ ഇമോജി ഇടാനുള്ള ബട്ടൺ ഉണ്ട്. അപ്പൊ ആരെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ കുറച്ച് ഇമോജി ലവ് ഒക്കെ അങ്ങോട്ട് വാരി അങ്ങോട്ട് വിതറ. എന്നിട്ട് നിങ്ങൾക്ക് സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് കുറെ ആൾക്കാർ ഒന്ന് കുറച്ച് പേർ ഒന്ന് കേട്ടോക്കെ. ലിസണിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ലാംഗ്വേജ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കുറച്ച് പേരൊക്കെ ഇത് കേൾക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ആക്കുക, എന്നിട്ട് അങ്ങനെ ഇന്ററാക്ട് ചെയ്യുക. വെറുതെ കുറെ ഒച്ചപ്പാടുള്ള സ്ഥലത്ത് പോയി, നോയ്സ് ഉള്ള സ്ഥലത്ത് പോയിട്ട് ഇതൊങ്ങനെ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഭയങ്കര അനോയിങ് ആയിരിക്കും. അത് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോ അങ്ങനെയാണ് നമ്മളുടെ ഈ സാധനം യൂസ് ചെയ്യുന്നത്. ഇനി സപ്പോസ് ഇപ്പൊ ആരും കോൺവെർസേഷൻസ് ഒന്നും നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പച്ച കളറിൽ വാണ്ട്സ് ടു ടോക്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിലേക്ക് വരാം. ബഡി ടോക്ക് ഫോർ ബിഗിനേഴ്സോ ബഡി ടോക്ക് ഫോർ ഇന്റർമീഡിയറ്റിലേക്ക് വരാം. എന്നിട്ട് ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം വരും, കണക്ട് എന്ന് കാണിക്കും. പിന്നെ ഇവിടെ ഹാൻഡ് ഐക്കൺ ഉണ്ടാവും. നമ്മൊന്ന് പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ മെസ്സേജ് പോകും, ജോയിൻ ചെയ്യറാന്ന് പറഞ്ഞ് മെസ്സേജ് പോകും. അപ്പൊ അവർ വന്ന് ജോയിൻ ചെയ്യും. നിങ്ങൾക്ക് അവിടെ നിന്ന് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? Yeah, clear. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഗ്രൂപ്പും എല്ലാവർക്കും ഉള്ളതല്ല എന്ന് വിചാരിച്ച് എല്ലാ ഗ്രൂപ്പിലും എല്ലാവരും കയറി എന്ന് വിചാരിച്ചിട്ടും യാതൊരു കുഴപ്പമില്ല. ഞാന് ഒരു എക്സ്ട്രാ എഫർട്ട് ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് ഓഫീസ് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഇടുന്നുണ്ട്, എക്സ്ട്രാ ആക്ടിവിറ്റീസ്. അപ്പൊ അത് അവിടെ പോയിട്ട് എന്താണ് ട്രെയിൻ ചെയ്യുക. കാരണം പ്രാക്ടീസ് കൊണ്ട് ഇട്ടാൽ നമുക്ക് അവിടെ ട്രാക്ക് നഷ്ടമാവും. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ തിരുത്താൻ പറ്റത്തില്ല. പിന്നെ നമ്മളെ ചാറ്റ്സ് ഒക്കെ മോസ്റ്റ്ലി ബിഗിനർ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് അതിൽ മാത്രം ആക്കുക. ബാക്കി ഗ്രൂപ്പ്സിൽ ചാറ്റ്സ് ഒക്കെ ചെയ്യാണ്ടിരിക്കുക. പ്രാക്ടീസ് കൊണ്ടൊക്കെ പ്രത്യേകിച്ച് ചാറ്റ്സ് ഒഴിവാക്കാട്ടോ. അപ്പൊ അതെന്ന് പറയുന്നത് നമ്മളെ ബ്രദറാണ്, നമ്മളെ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും വലിയ കോഴിയാണ്. അങ്ങനെയുള്ള കുറെ അവാർഡൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് സൂക്ഷിക്കുക എല്ലാവരും. No guys, this is totally wrong. No, I am not Koi, brother. ഓക്കെ, അപ്പൊ അതങ്ങനെ കേസ്. പിന്നെ പുള്ളി എൻഗേജ്ഡ് ആണെന്ന് ഒരു ഡിസ്ക്ലൈമർ ഷെജീർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങളെ ചെക്കനെ കൊണ്ടുപോകാൻ ചെയ്യാം. ഞങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റി ഇനി നടത്തി കൊണ്ടുപോകേണ്ടതാണ്. അപ്പൊ ഒരു അകലം പാലിക്കുക. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഏത് കമ്മ്യൂണിറ്റി, പിന്നെ എക്സ്ട്രാ എഫേർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ആ എക്സ്ട്രാ എഫേർട്ടിൽ വരുന്ന സാധനങ്ങളൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിരിക്കാം, കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അത് നിങ്ങൾ ഇൻട്രസ്റ്റ് ആണ്, നിങ്ങൾക്ക് ടൈം കിട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം പോയിട്ട് അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനിയിപ്പോ ടൈം കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ നാച്ചുറാലിറ്റി പ്രോഗ്രാമിലും ഫ്ലുവൻസി പ്രോഗ്രാമിലൊക്കെ വരുമ്പോൾ ഈ സാധനങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, നിങ്ങൾക്ക് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എൻഗേജ്ഡ് അല്ല, താല്പര്യമില്ല. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ നോട്ട്. അപ്പൊ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇനിയിപ്പോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ടത്? നിങ്ങൾ കുറെ ഗ്രൂപ്പിലൊന്നും നിങ്ങൾ ചിലപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് ആപ്റ്റായ ഗ്രൂപ്പ് ഏതാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൽ പോയി ജോയിൻ ചെയ്യാം. കുറച്ച് ആൾക്കാർക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അവർക്ക് നമ്മൾ ലൈവിന്റെ സാധനം അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഈ അനൗൺസ്മെന്റ് ഗ്രൂപ്പ് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണ്ട. കാരണം ഇപ്പൊ ഇന്നിട്ട ലിങ്കിന് അനൗൺസ്മെന്റ് മാത്രം ഇട്ടുകൊണ്ട് ആരും കയറിയില്ല. എന്നിട്ട് ബാക്കി ഗ്രൂപ്പിൽ സ്പാം ചെയ്തപ്പോഴാണ് ആൾക്കാർ റീച്ച് ആയത് ഇതിനകത്തേക്ക്. അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രൂപ്പായിട്ടല്ല, അതൊരു എന്താ പറയാ, നിങ്ങളുടെ ഈ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് അല്ലാതെ തന്നെ മേലെ ഒരു സാധനം കിടക്കുന്നുണ്ടാവും അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. അത് ഞങ്ങൾ ഇങ്ങനെ കുറെ മെസ്സേജ് ഒക്കെ ഇട്ട് നിങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്ത് ചെറിയ കാര്യങ്ങൾ, ചെറിയല്ല കുറച്ച് ഹൈ ലെവലിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുമ്മ ഒരു ഐ വെക്കുക. അപ്പൊ അതുപോലെ തന്നെ പിന്നെ ഗൈഡ് ലൈൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലൈക്ക് ഇപ്പൊ നമ്മൾ അതൊന്ന് വായിച്ചു നോക്കാം മസ്റ്റായിട്ടും. അതൊക്കെ പാലിക്കുന്ന അതൊക്കെ എന്താണ് തെറ്റിക്കണ പക്ഷെ നമ്മ വിത്തൗട്ട് ഇൻഫർമേഷൻ എന്താ റീസൺ നമ്മ പറയത്തില്ല. അങ്ങനെ ആയിരിക്കും ഇനി തൊട്ട്. അങ്ങനെയൊന്നുമില്ലടാ, ഒരു വാണിംഗ് ഒക്കെ കൊടുക്കും. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പറഞ്ഞോ എടാ, ഇതില് കമ്മ്യൂണിറ്റി യൂസ് ആരാണ് ഡൗട്ടും കൊണ്ടുവന്നത്? ഡൗട്ട് കൊണ്ടുവന്നത് ഞാനാ. പക്ഷെ ഇവര് പറയുന്നുണ്ടെന്ന് ഞാൻ നിർത്തിയത്. അല്ല, ഒരു ക്ലാസ് ഇപ്പൊ എത്ര സമയം ഉണ്ടാവും? ഒരു ക്ലാസ് യൂഷ്വലി ഒരു 20 മിനിറ്റ്, മാക്സിമം ഒരു 20 മിനിറ്റ്. അതാണ് ഒരു ക്ലാസ്സിന്റെ ഒരു ടൈം ഉണ്ടാവുക.
പിന്നെ ഓക്കെ. അതായത് നമുക്ക് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ അയച്ചു തരും. വീഡിയോ അയച്ചു തരാന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് പെട്ടെന്ന് കണ്ടു തീർക്കേണ്ട ആൾക്കാർക്കൊക്കെ നമ്മൾ ഷോർട്ടായിട്ട് നല്ല ക്രിസ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ അയച്ചു തരും. അതൊരു 20 മിനിറ്റ് ആയിരിക്കും വരാം. പക്ഷെ നിങ്ങൾ ഒരു 30 മിനിറ്റ് ചിലപ്പോൾ ഒരു 35 മിനിറ്റ് ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കണ്ടേ, നോട്ടൊക്കെ എഴുതണ്ടേ. അപ്പൊ അത്രയൊക്കെ ഒരു ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അതേ ദിവസം തന്നെ ക്ലാസ് ഇട്ട് അതേ ദിവസം തന്നെ നിങ്ങൾക്ക് രാത്രി ഒരു 8:30 ആകുമ്പോൾ ലൈവ് ക്ലാസ് ഉണ്ടാവും. ലൈവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതേപോലെ വന്നിട്ട് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കയറാം. അത് വേണമെങ്കിൽ അല്ല, നിങ്ങൾ എന്തായാലും അതിൽ കയറണം. കാരണം കുറെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ഈ ലൈവ് സെഷനിൽ നമ്മൊന്ന് എന്താ പറയാ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ അതാണ് നമ്മളെ ക്ലാസ്സസ് വരുന്നത്. അതിലേക്ക് ഞാൻ വരാം. നാളെ നമ്മൾ ക്ലിയർ ആയിട്ട് ഇടും. അപ്പൊ ഡേ 1 ആണ് നാളെ. ഡേ 1ന്റെ ക്ലാസ് നമ്മൾ വേഗം തന്നെ ഇടും. 5 മണിയൊക്കെ ആകുമ്പോൾ ഇടും. വൈകിട്ട് 5 മണിയൊക്കെ ആകുമ്പോൾ ഇടും. അപ്പൊ നിങ്ങൾ 5 മണിക്ക് തന്നെ വേഗം പോയിട്ട് ക്ലാസ് കാണാം. എന്നിട്ട് 8:30 എന്തുണ്ടാവുമെങ്കിൽ ലൈവ് ക്ലാസ് ഉണ്ടാവും. അപ്പൊ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ഹാൻഡിൽ ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ചെയ്തിട്ട് വിടും. അതാണ് ക്ലാസ് നമ്മൾ അയച്ചുതരും. അതിനുശേഷം ലൈവ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. ഇനി ഫസ്റ്റത്തെ ഡേ കഴിയുമ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ക്ലാസ് ഉണ്ടാവുക. അപ്പൊ ഫസ്റ്റത്തെ ഡേ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഡേയിൽ എന്താണ്, നിങ്ങൾക്ക് ക്ലാസ് ഒന്നും ഉണ്ടാവില്ല. ആ ഡേ 1 പഠിപ്പിച്ച എന്താണോ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. കാരണം ഇത് കുറെ കാര്യങ്ങൾ കണ്ടുപഠിച്ചിട്ട് കാര്യമില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൊരു വീഡിയോ കാണാൻ അല്ലെങ്കിൽ നമ്മൊരു സാധനം കാണാന്ന് പറഞ്ഞാൽ പാസീവ് ലേണിംഗ് ആണ്. നിങ്ങൾ പാസീവ് ലേണിംഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ലാംഗ്വേജ് ഒന്നും പഠിക്കാൻ പറ്റില്ല. അപ്പൊ പാസീവ് ലേണിംഗ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ സംസാരിക്കാനുള്ള കുറെ ആക്ടിവിറ്റീസ് ഉണ്ടാവും. നിങ്ങളെ മൗത്ത് യൂസ് ചെയ്യുക, മൗത്തും ബ്രെയിനും തമ്മിൽ കണക്ട് ചെയ്യുക, അങ്ങനെ കുറെ പരിപാടികൾ അതിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പൊ പ്രാക്ടീസ് സോണിൽ നിങ്ങൾ ഓരോരുത്തരെയും 40 പേരാണുള്ളതെന്നുണ്ടെങ്കിൽ 40 പേരും അവിടെ വന്നിട്ട് പ്രസന്റ് ആവാം. ക്ലിയർ അല്ലേ? ഹലോ, ഡെയിലി വൈകിട്ട് 5 മണിക്കാണോ ക്ലാസ് ഇടുക? ഒരു 5 മണി 6 മണി സമയത്ത് ഇടും. അപ്പൊ അത് അപ്പൊ നിങ്ങൾ ഒരു 8:30-ക്കുള്ളിൽ പക്ഷെ അത് എല്ലാവർക്കും കംഫർട്ടബിൾ ആവണമെന്നില്ലല്ലോ. അതെ, വൈകിട്ടാകുമ്പോ മോർണിംഗിൽ ഇടാണെങ്കിൽ കുറച്ചും കൂടെ ഒരു നമുക്ക് ഈസി ആണ്. കാരണം ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ നോക്കാം. വൈകിട്ടാകുമ്പോ ഒരിക്കലും ആ ടൈം ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും. നമ്മൾ കൺസേൺ പൂർണ്ണമായിട്ട് എടുത്തിരിക്കുന്നു. രാവിലെ തന്നെ ഇട്ടുതരാം. ഓക്കെ. അല്ല, 5 മണി ടു 8 മണി എന്ന് പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് അല്ലേ വരുന്നുള്ളൂ. അപ്പൊ എല്ലാവരും കംഫർട്ടബിൾ ആവണമെന്നില്ലല്ലോ. യൂഷ്വലി നമ്മ 8 മണിക്ക് ഇട്ടിട്ട് 8:30 ക്ലാസ് എടുക്കല ചെയ്യാം. അതായത് 8 മണിക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ ഇരുന്ന് കാണും. 8:30 ക്ലാസ് അറ്റൻഡ് ചെയ്യലാണ് നമ്മുടെ ബാക്കിയുള്ള കമ്മ്യൂണിറ്റിയിലൊക്കെ നടക്കുന്നത്. സംഭവം മനസ്സിലായി? എക്സാക്ട്ലി. അതെ. അപ്പൊ മറ്റേ കമ്മ്യൂണിറ്റിയിൽ എന്ന് പറഞ്ഞാൽ കുറെ ചെറിയ പിള്ളേരെന്നല്ല, കുറച്ച് എന്താ പറയാ നമ്മളെ പോലുള്ള കോളേജ് സ്റ്റുഡൻസും കാര്യങ്ങളും. നമ്മളെ പോലെയല്ല, ഞാൻ കോളേജ് സ്റ്റുഡന്റ് അല്ല. കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ആയതുകൊണ്ട് അവർക്ക് അത് ഭയങ്കര കൺവീനിയന്റ് ആയിരുന്നു. അപ്പൊ ഇതില് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഞാൻ അങ്ങനെ പറഞ്ഞല്ലേട്ടാ, കുറച്ച് പക്വതയുള്ള അല്ലല്ല അങ്ങനെ ഞാൻ കുറച്ചുകൂടി നല്ല പക്വതയുള്ള നല്ല സ്കിൽഡ് ആയ ആൾക്കാരായിരുന്നു രാവിലെ തന്നെ ഇട്ടുതരാം. ഒരു 8 മണി 8:30 സമയത്ത് അങ്ങനെ പറയാലോ. ക്ലാസ് എത്ര മണിക്കായിരിക്കും? അപ്പൊ രാവിലെ 8:30 ഞാൻ ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് ഇട്ടുതരാം. യൂട്യൂബില് ഭയങ്കര ക്രിസ്പായിട്ട് ഇട്ടുതരാം. എന്നിട്ട് വൈകിട്ട് 8:30 നമുക്ക് ലൈവ് ആയിട്ട് വരാം. ക്ലിയർ അല്ലേ? ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ക്ലാസ്, ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് എപ്പോഴായാലും പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഫ്ലെക്സിബിലിറ്റി എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കരുത്. നിങ്ങൾ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ടൈം തന്നെ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും 8:30 പ്രാക്ടീസ് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ 8:30 തന്നെ പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് ഹാബിറ്റ് ആയി മാറും. ഇപ്പൊ ഞാൻ ആറ്റോമിക് ഹാബിറ്റ്സിൽ പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഫ്ലെക്സിബിലിറ്റി എന്നുള്ള സാധനം നിങ്ങൾ ഒഴിവാക്കുക. അതൊരു സ്കാമാണ് അത്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഏത് ടൈമിലാണ് ഇരിക്കുന്നത് ഒരു ദിവസത്തെ ആ ഒരു പെർട്ടിക്കുലർ ടൈം തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് അത് ഹാബിറ്റ് ആയി മാറും. എല്ലാ ദിവസവും നിങ്ങൾ ആ ടൈം അതിന് വേണ്ടിയിട്ട് തന്നെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് സുഖമായിട്ട് ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് എല്ലാവരും ഫോളോ ചെയ്യാനൊന്നും പോകുന്നില്ല. ഇപ്പൊ നമ്മളുടെ കമ്മ്യൂണിറ്റി 3.0 ഇപ്പൊ അതായത് ഇപ്പൊ ഈ ലൈവ് സെഷൻ എത്ര ടൈം കാണും? അതൊരു 1 മണിക്കൂറൊക്കെ കാണും ഈ ക്ലാസ് ഒക്കെ പോലെ. ഓക്കെ. അത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റാപ്പ് ചെയ്യാം. പക്ഷെ നിങ്ങൾ യൂഷ്വലി കുറെ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവരും. അപ്പൊ കുറച്ച് ടൈം എടുക്കും. അപ്പോ അങ്ങനെ. ക്ലിയർ അല്ലേ? അപ്പോ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റത്തെ ഒരു 10-13 ക്ലാസ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. പക്ഷെ അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊന്ന് എഫേർട്ട് ഇട്ടിട്ട് കാണാം. പിന്നെ അങ്ങോട്ടുള്ള ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിരിക്കും. കാരണം നമ്മളെ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ. ഇപ്പൊ വീടൊക്കെ പണിയുമ്പോഴായാലും നമ്മളെ ഫൗണ്ടേഷൻ സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മേലേക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് പോവാം. പക്ഷെ ഈ ഫൗണ്ടേഷൻ സെറ്റ് അല്ലെങ്കിൽ എല്ലാം പാട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. കാരണം ഞാൻ 1-to-1 ഒക്കെ എടുക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ വരും, ഞാൻ ഇന്റർമീഡിയറ്റ് ആന്ന് പറഞ്ഞിട്ട് വരും.
എന്നാൽ ബിഗിനേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ബിഗിനേഴ്സിന്റെ ആ ഒരു ലെവലിലുള്ള ഫൗണ്ടേഷനിൽ തന്നെ അവർക്ക് കുറേ മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോ ആ ഒരു ഫൗണ്ടേഷൻ മാക്സിമം അടിപൊളിയാക്കി ബിൽഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ഒറ്റയ്ക്കായാലും ഇരുന്ന് പഠിക്കാൻ പറ്റും. ക്ലാസ്സിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്നുള്ള ഇൻഫർമേഷൻ ഒക്കെ വെച്ചിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഫൗണ്ടേഷൻ നല്ലപോലെ വർക്ക്ഔട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? നമ്മളുടെ കോഴ്സിന്റെ ഒരു ഡീറ്റെയിൽസും കൂടി കുറച്ചധികം ടൈം ആയില്ല. കോഴ്സിന്റെ ഒരു ഡീറ്റെയിൽസും കൂടി വേഗം ഞാൻ പറഞ്ഞിട്ട് നമുക്ക് റാപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ കോഴ്സിന്റെ പ്രോഗ്രാം എങ്ങനെയെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്ന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. 1 സെക്കൻഡേ. ഓക്കെ, so course outline. ഓക്കെ, 1 സെക്കൻഡേ. ഇതാണ് കോഴ്സ് ഔട്ട്ലൈൻ. പിന്നുള്ളൊരു സാധനം എന്ന് പറയുന്നത് എന്റെ സ്ക്രീൻ ഷെയർഡ് അല്ലല്ലോ, അറിയാൻ പറ്റില്ല. കുറച്ച് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഉണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യും. അടുത്ത സാധനം എന്ന് പറയുന്നത് ഫൈനൽ പ്രാക്ടീസ് ഷീറ്റ്. ഓക്കെ, അപ്പോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഷെയർ ചെയ്യാവേ. ഷെയർ ആകുമ്പോൾ ഒന്ന് പറയണേ, എന്താ ഷെയർ ചെയ്യാൻ പറ്റാത്തത്? ഓക്കെ, ചെയ്യുക. ഓക്കെ, അപ്പോ ഇപ്പൊ ഷെയർഡ് അല്ലടാ? അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഫസ്റ്റ് ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം ആയിരിക്കും ഉണ്ടാവുക. ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം ആണ് ഫസ്റ്റത്തെ 21 ഡേയ്സിന്റെ ബിഗിനേഴ്സ് ചാലഞ്ച്. അപ്പൊ ഫൗണ്ടേഷനിൽ നമ്മൾ എന്താണ് കവർ ചെയ്യുക? നമ്മളുടെ ഫസ്റ്റത്തെ ഒരു കുറച്ച് ഫൗണ്ടേഷൻ റൂൾസ് എന്നൊക്കെ വെറുതെ പേരിട്ട് ഹൈപ്പ് കാണിക്കണാണ് സംഭവം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമർ തന്നെയാണ്. ഫസ്റ്റത്തെ 7, അത് നിങ്ങൾക്ക് 12 ടെൻസസ് ഉണ്ട്. പക്ഷെ 12 ടെൻസസ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിക്കേണ്ടത് ആകെ 7 ടെൻസസ് ആണ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. 7 ടെൻസസ് പഠിച്ചാൽ ലിറ്ററലി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ പറ്റും. ആൻഡ് ഈ ലിറ്ററേച്ചറിലാണ് ബാക്കിയുള്ള കുറെ ടെൻസസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ കവർ ചെയ്യും. ബേസിക് ആയിട്ട് പറഞ്ഞു ഇതിലേക്ക് നമുക്ക് ഇൻഡിക്കേറ്റ് ആയിട്ട് വരാം. പക്ഷെ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സംസാരിക്കാൻ പറ്റും. അതിന്റെ പ്രൂഫാണ് നമ്മൾ ആലിയത്താത്തയും അങ്ങനെയുള്ള കുറെ ആൾക്കാർ നമ്മളുടെ കമ്മ്യൂണിറ്റി 3.1 ഇപ്പൊ 4.2 വരും. നിങ്ങളെ സീനിയേഴ്സ് ആയിട്ട് നിങ്ങളെ റാഗ് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. അതൊന്നും കേട്ടാ നാച്ചുറാലിറ്റി പ്രോഗ്രാം ഒക്കെ ബാക്കി എടുക്കുകയാണ്. അപ്പൊ ഫൗണ്ടേഷൻ പ്രോഗ്രാം കവർ ചെയ്യുമ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് തെറ്റില്ലാതെ സംസാരിക്കാൻ പറ്റും. പക്ഷെ തെറ്റില്ലാതെ സംസാരിച്ചു കഴിഞ്ഞാലും എല്ലാവർക്കും മനസ്സിലാവും. ഒരു തെറ്റൊന്നുമില്ല, പക്ഷെ സംസാരിക്കുന്നത് ഭയങ്കര ബേസിക് ആണ് എന്നുള്ള ലെവലിൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറാലിറ്റി പ്രോഗ്രാം ആയിട്ട് വരും. നാച്ചുറാലിറ്റി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിൽ കുറെ ഇഡിയംസ് പഴഞ്ചൊല്ലൊക്കെ ഇല്ല. ഇപ്പൊ ഇറ്റ്സ് നോർമൽ കപ്പ് ഓഫ് ടീ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ ഇഡിയംസും കാര്യങ്ങളും അവർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നേറ്റീവ് ആയിട്ടുള്ള ആള് രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ സെന്റൻസ് സംസാരിക്കുന്നുണ്ട്, കോമൺ സെന്റൻസ് എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അവർ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ഫ്രേസസ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ലൈക്ക് ടു എനിക്ക് മൂവിക്ക് പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എന്ത് വെച്ച് പറയാൻ പറ്റില്ല, നമ്മളുടെ ഗ്രാമർ വെച്ച് പറയാൻ പറ്റില്ല. അതിനൊക്കെ വേറെ കുറെ എന്താ പറയാ സെന്റൻസിന്റെ ഫോർമുലാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഐ ലൈക്ക് ഒരു ഗോ ഫോർ എ മൂവി ടു നൈറ്റ് എന്നാണ് പറയാം. അപ്പൊ ലൈക്ക് ടു എന്ന് പറയുന്നത് അല്ലെങ്കിൽ സപ്പോസ് ടു എന്ന് പറയുന്ന അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കുറെ യൂസേജ് ഉണ്ട്. ഹാഡ് ബെറ്റർ എന്ന് പറയുന്ന മോഡൽ ആക്സിലറി ആണ്. പക്ഷെ നമ്മൾ മോഡൽ ആക്സിലറി അങ്ങനെ കുറെ ഒന്നും ആക്കിയിട്ട് പറയില്ല. സെന്റൻസ് ഫോർമുല നമുക്കത് മതി. സിമ്പിൾ ആയിട്ട് അങ്ങനെ അവർ യൂസ് ചെയ്യുന്ന വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെന്റൻസ് ഫോർമുലാസ്, വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെന്റൻസസ്, ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കുറച്ചൊക്കെ ഇങ്ങനെ കുത്തിക്കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും നല്ല നാച്ചുറാലിറ്റി കിട്ടും. അപ്പൊ അതാണ് നാച്ചുറാലിറ്റി പ്രോഗ്രാം. ആൻഡ് ഫൈനലി നമ്മൾ എന്തിലേക്ക് വരും? നമ്മുടെ ആക്സെന്റും റിതും ഒക്കെ ഒന്ന് സെറ്റ് ആകാനായിട്ട് നമുക്ക് ഫ്ലുവൻസി പ്രോഗ്രാം ഉണ്ടാവും. അവിടെ നമ്മൾ ടങ് ട്വിസ്റ്റേഴ്സും പെൻട്രൽ മെത്തേഡും അതുപോലെ ഷാഡോയിങ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ആക്സെന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി തരും. അതാണ് നമ്മളുടെ എൻ്റയർ കോഴ്സ് ഔട്ട്ലൈൻ. അതിന്റെ പുറമെ കുറെ എക്സ്ട്രാ എഫേർട്സ് ഉണ്ട്. എക്സ്ട്രാ എഫേർട്സിലൊക്കെ പോയി ചെയ്യാൻ നോക്കാം. നല്ല ആക്ടിവിറ്റീസ് ആണ്. നമ്മളെ നാഫിയാണത് കംപ്ലീറ്റ് ടേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പോ അങ്ങനെയാണ് അതിന്റെ ഒരു സംഭവം. അതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഓക്കെ ആണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റാപ്പ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഹലോ സമതേ, നീ ഇത് പറഞ്ഞായിരുന്നോ നമ്മ മെർജ് ചെയ്യുമ്പോ 2 ഗ്രൂപ്പ് വരുന്ന കാര്യം പറഞ്ഞായിരുന്നോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളെ സീനിയേഴ്സ് ആയിട്ട് ഒരു ടീം വരുന്നുണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ സീനിയേഴ്സ് വരുമ്പോൾ നമ്മളിപ്പോ കുറെ ഗ്രൂപ്പ് കാണിച്ചു തന്നില്ലേ? ബിഗിനേഴ്സിന് ഒരു ട്രാക്ക്, ഇന്റർമീഡിയറ്റിന് ഒരു ട്രാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഗ്രൂപ്പ് കാണിച്ചു തന്നു. ഇതിലൊരു എക്സ്ട്രാ ഗ്രൂപ്പ് വരും, ബിഗിനേഴ്സ് ചാലഞ്ച് 3.0 എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ്. ബിഗിനേഴ്സ് ചാലഞ്ച് 4.0 ഡേ 1 തൊട്ടിട്ടല്ലേ ഇപ്പൊ നമ്മൾ പോകുന്നത്. ഡേ 1, നാളെ ഡേ 1, പിന്നെ ഡേ 2, ഡേ 3 അങ്ങനെ ശരിക്കും എത്ര ഡേയ്സ് ക്ലാസ്? 3-3.5 മാസം ക്ലാസ് ഉണ്ട്. ഈ മൊത്തം പ്രോഗ്രാം കവർ ചെയ്യണ്ടേ?
അപ്പൊ നമ്മളെ ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു 1.5-2 മാസത്തിലായിരിക്കും മൊത്തമായിട്ട് കവർ ചെയ്തെടുക്കുക. പിന്നെ നാച്ചുറാലിറ്റി പ്രോഗ്രാമും ഫ്ലുവൻസി പ്രോഗ്രാമും പെട്ടെന്ന് കഴിയും. അപ്പൊ മൊത്തത്തിൽ 3 മാസമാണ്. എന്നാ നമ്മളുടെ 21 days ആയിരിക്കും ഫൗണ്ടേഷൻ പ്രോഗ്രാം. അതെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് 21 days ആയിരിക്കില്ല. ഒരു ദിവസം നിങ്ങൾക്ക് ക്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം പ്രാക്ടീസ്, ഒരു ദിവസം ക്ലാസ് ഇട്ട് ഒരു ദിവസം പ്രാക്ടീസ്. അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ 21 days പ്രോഗ്രാം കഴിയുന്നുണ്ടെങ്കിൽ 42 days എടുക്കും. അപ്പോൾ 42 days നമ്മൾ ഫൗണ്ടേഷൻ പ്രോഗ്രാം കവർ ചെയ്യുക. അത് കവർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അടിപൊളിയായിട്ട് സംസാരിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് നാച്ചുറാലിറ്റി വേണം, അടിപൊളി ആക്കണം, ഇംഗ്ലീഷിനൊരു പാഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത പ്രോഗ്രാമിലേക്ക് പോയാൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ബിഗിനേഴ്സ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു അഡീഷണൽ ഗ്രൂപ്പ് ഇതിൽ വരും. ബിഗിനേഴ്സ് ചാലഞ്ച് 3.0. അതില് നമ്മളുടെ അതിൽ ഡേ 13 വരെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഡേ 14 തൊട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അത് നമ്മളുടെ സീനിയേഴ്സിന് നിങ്ങളെ ആക്രമിക്കാൻ വരുന്ന കുറച്ച് ആൾക്കാർക്കുള്ള ഗ്രൂപ്പാണ്. അപ്പൊ അത് കാര്യമാക്കണ്ട. ക്ലിയർ അല്ലേ? എടാ റാഗിങ് വല്ല നടക്കുന്നുണ്ടോ? ഈ ആലിയയുടെ ഭാഗത്തു നിന്നൊക്കെ റാഗിങ് നടക്കുന്നുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാ. ഇല്ല, അവരൊക്കെ വെറും പാവമാണ്. പാവാണോ? ഓക്കെ. വരുന്ന വഴിക്ക് അവരെന്താവും അറിയത്തില്ല, ഇപ്പൊ പാവമാണ്. അത് നോക്കണ്ട. അത് ഒരാളൊക്കെ വരുമ്പോ പാവായിട്ട് നിൽക്കും. ഇനി അവരുടെ ടീം വരുമ്പോ അവര് പ്രശ്നക്കാരാവും. അപ്പൊ അതൊന്നും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്താൽ മതി. തീർച്ചയായിട്ടും പറയാം. ഓക്കേടാ, ഞാൻ ചുമ്മാ അറിഞ്ഞാട്ടോ. അവരൊക്കെ ഭയങ്കര നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്തൊരു ഫാമിലി പോലെ തന്നെ മൂവ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. എല്ലാവരും കണ്ടേക്കുക. നമുക്ക് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഉണ്ടോ? ആരി? Alia, your voice is breaking. You are not audible. ആലിയയുടെ ഗുഹയിൽ പോയിട്ടിരിക്കേ. Now it's audible. Go to അടുക്കള ഓർഡർ ചെയ്യുന്നുണ്ട്. ചെല്ലേ. അതെങ്ങനെ നിനക്ക് കറക്റ്റ് അറിയാടാ? ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. വലിയ ഷെഫാണെന്നൊക്കെ പറഞ്ഞേ. അതാവും. ആലിയ ഇന്ന് വന്നിട്ട് അറിയും രാവിലെ ബിരിയാണി വെക്കാൻ പോണ്, ഉച്ചക്ക് ഞാൻ ബീഫ് ഉണ്ടാക്കും. എന്നിട്ട് ഞാനാണ് എന്റെ വീട്ടില് നല്ല ഷെഫ് അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. നമ്മളെല്ലാരും മീറ്റിങ്ങിനെ പോണെന്ന് പറയാ. ആലിയ പറയും ഫുഡ് പോണെന്ന്. സ്പെഷ്യൽ ബിരിയാണി ഉണ്ട്. എടാ കുറച്ച് ആൾക്കാരൊക്കെ ഡ്രോപ്പ് ആയി തുടങ്ങിയിട്ടുണ്ട്. സെഷൻ ഭയങ്കര വൈഡായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പതിയെ ഡ്രോപ്പ് ചെയ്യാം. ഇനി എന്തെങ്കിലും അറിയാത്ത ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ അവർക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞേ, ഒന്ന് ക്ലിയർ ചെയ്യണേ. Go ahead. ഡൗട്ട് ലൈക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോ 4.0 തന്നെ മുന്നിട്ടിറങ്ങി സംസാരിക്കാൻ നല്ല ട്രബിൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് എന്തെങ്കിലും ഒന്ന് പറയോ? ലൈക്ക് എന്തെങ്കിലും ഒരു അതിന് ഞാനല്ല ബെസ്റ്റ്. മോട്ടിവേഷന് ഞാനല്ല ബെസ്റ്റ്. മോട്ടിവേഷന് ബെസ്റ്റ് നമ്മൾ അറിയാത്തതാണ്. താതാ കൊടുത്തു തുടങ്ങാം. എന്നിട്ട് നമുക്ക് താത്താടെ ഒരു പാട്ടും വെച്ചിട്ട് നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. പാട്ടും പാടുവോ? എനിക്കറിയില്ല. സാധനമാണ് ഇപ്പൊ നമുക്ക് എന്തൊക്കെ കഴിവാളല്ലേ. ഷെഫാണ്, പാട്ട് പാടുന്നു. ആലിയ തലടിച്ചു. ആലിയയുടെ എയറിൽ പോയിട്ട് ആൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പുതിയ അക്കൗണ്ട് ഒക്കെ ഉണ്ട്, പോയി ഫോളോ ആക്കുക ഗൈസ്. അടിപൊളി പാട്ടാ. എടാ അപ്പോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ആദ്യത്തെ അത്ര പാട്ട് വേണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ ഷെയർ ചെയ്തിട്ട് കാട്ടിത്തരാം. കേൾക്കണോ ആൾക്കാർക്ക്? ലൈവായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. അതിന്റെ പുറമെ നിങ്ങൾ ആലിയ ലീ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. ആലിയ ലീ. ആ ലീ എന്താന്ന് എനിക്ക് അറിയില്ല. എന്തോ ആസ്തറ്റിക് ആന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ആലിയ ലീ എന്ന് പറയുന്ന അക്കൗണ്ട് കാണുന്നില്ലേ? ഓക്കെ, അതില് പോയിട്ട് ഓരോന്നും ഇങ്ങനെ പ്ലേ ചെയ്യാം. ഞാനൊക്കെ സ്പോട്ടിഫൈ നിർത്തി. എന്തൊക്കെ കേൾക്കണം. മൈക്കിന്റെ അടുത്ത് വെക്ക്. ഹെഡ്സെറ്റിന്റെ അടുത്ത് വെക്ക്. അതിവിടെ ഹെഡ്സെറ്റ് അടുത്ത് തരാം. കേക്കണില്ല സമത? നീ അല്ലേ ലൈവായിട്ട് ഹെഡ്സെറ്റും എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ എഴുപ്പിച്ചു തരാം. ഇപ്പൊ പറയുന്ന കേൾക്കുന്നുണ്ടോ? കേൾക്കാം.
ഇല്ലടാ കട്ടായി പോണ്. എനിക്കൊന്നും ബെറ്റർ ആലിയെ പാടണായിരിക്കും നല്ലത്. കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല, സ്റ്റക്കായി പോകുന്നു. അതൊരു കുഴപ്പമില്ല. നമുക്ക് ആക്കണോ? ലൈവായിട്ട് കേൾക്കാലോ, അവരോട് പാടാൻ പറയൂ. പഠിപ്പിക്കും, എന്തായാലും പഠിപ്പിക്കുക. എന്നാലും ഫോളോ ചെയ്യേണ്ട ഒരു അക്കൗണ്ട് ആയതുകൊണ്ട് പിന്നെ നമ്മളെ മെയിൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇൻസ്റ്റയില് എന്റെ ഷെയർ അല്ലേ കേൾക്കുന്നില്ലേ? ഇനി ആദ്യത്തെ ലൈവ് ഇട്ടുതരും. ഒരെണ്ണം കൂടി വെച്ചു കൊടുക്കടാ, ഫാൻസ് ആയിക്കോട്ടെ ആദ്യത്തെ. അതെ, പെയ്ഡ് പ്രൊമോഷനുള്ള ഈ സാധനങ്ങൾ എത്തിക്കോളണം. QR ഞാൻ അയച്ചേക്കാരിയാ. എടാ അപ്പോ ഒരു കാര്യം, ഒരു ഡിസ്ക്ലൈമർ വരാനുള്ളത്, നമ്മളെ ക്ലാസ്സും സെഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടി ചുമ്മാ ആര്യാനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കും. ആർക്കെങ്കിലും ധൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ലീവ് ചെയ്തോ. ഓക്കെ, അപ്പോ പാട്ട് കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം സ്റ്റേ ചെയ്യാം. ആര്യക്ക് എന്തെങ്കിലും ഫാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യാം. ബാക്കി എല്ലാവർക്കും ലീവ് ചെയ്യാം. ആര്യയുടെ ഒരു പാട്ടോട് കൂടിയിട്ട്, ആര്യയുടെ ഒരു ദേശീയ ഗാനത്തോട് കൂടിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Sorry sir, I'm not well. പാടാലി എന്ത് റോളാടി നിനക്ക്? ഇത്ര പ്രൊമോഷനൊക്കെ പാടിയില്ലെങ്കിൽ മോശമാണ്. മോശം ഉണ്ടാവില്ല. ഇപ്പൊ എന്നിട്ട് പാടിയില്ലെങ്കിൽ വളരെ മോശമായിക്കാര്. ഇത് നമ്മളെ അഭിമാന പ്രശ്നമാണ്. ഒട്ടാലിയ പോട്ടെ, എല്ലാരും വെയിറ്റ് ചെയ്യിപ്പിക്കണ നീ. അതേതോ പാടത്ത് പോയി നിക്കണ്, പട്ടി കൂടി കിട്ടുന്നു. പിന്നല്ലാണ്ട് ഞാൻ ലൈവാക്കാൻ പാടത്തോ നിക്കണ്. കാർ ഓടിക്കുന്ന വഴി നിർത്തി, അതാണ് എന്റെ ഡെഡിക്കേഷൻ, മനസ്സിലായ? Sir, what are you eating? Sam. Please bring one packet. Mango. Yeah, guys, Arya gonna sing. Arya, come on. സാധകം ചെയ്യണം അത് ആര്യ. Please come on. കൗണ്ട് ചെയ്യും, അപ്പോഴേ പാടുള്ളൂ. What man? Ready? 1, 2, 3, start. പാടറി. അയ്യോ. കരോക്കെ ചെയ്യണം. Okay, here we go. Sorry, പോയി. Okay, here we go. आपका ही कहना बंदा कह दो ना, बेशर्मा की कह दूंगी, मैंने भी दिल दिया, आंखों का मसला, अच्छा तो अब ले जाओ अपना बना के, मुझे मेरी जान. Okay, it's enough. Yeah, what a voice, Alia. So good. സെറ്റല്ല, ഞാൻ പറഞ്ഞില്ല അടിപൊളിയാന്ന്. എടാ ഒരു പാട്ടും കൂടി റിക്വസ്റ്റ് ചെയ്താൽ ഒരു പാട്ടും കൂടി പാടും. അതെല്ലാം തന്നെ നമുക്ക് റാപ്പ് ചെയ്യാം. എല്ലാരും റിക്വസ്റ്റ് ചെയ്താൽ പാടുള്ളൂ കേട്ടാ. ഭയങ്കര ഡിമാൻഡുള്ള ആളാണ്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ പാടാൻ പറയുന്നു, കേൾക്കുവോ? എല്ലാരും പാടെ പറയണം, ഒരാളെന്ന് പറഞ്ഞാൽ പറ്റില്ല. It's too much, Samsar. Okay, here we go. तेरी बारिशें भिगाए मुझे, तेरी हवाएं
बहाए मुझे पाओ चले मेरे ज़मीनें चल पड़ी ऐसा जो कभी हुआ है नहीं ये मेरे दिल मुबारक हो यही तो प्यार है ये मेरे दिल मुबारक हो यही तो प्यार है thank you നല്ല രസമുണ്ട്. എടാ പിന്നെ വേറൊരു കേസ് ഉള്ളത്, ഇനി നിങ്ങൾ തമ്മിൽ ഒരു വാർ നടക്കുന്നുണ്ട്, കുറെ ചാലഞ്ചസ് നടക്കുന്നുണ്ട്, പ്രൈസ് കിട്ടാനുള്ള കുറെ സ്കോപ്പ് ഉണ്ട്, നമ്മളുടെ കുറെ ചാലഞ്ച് നടക്കുന്നുണ്ട്. അപ്പൊ ചാലഞ്ച് വരാം കമ്മ്യൂണിറ്റി 3.0 4.0 ആയിരിക്കും. അപ്പൊ മാക്സിമം കട്ടയ്ക്ക് പിടിക്കുക എല്ലാവരും. 3.0 ആണ് അടിപൊളി എന്ന് അവർ പറയുന്നുണ്ട്, 4.0 ആണ് അടിപൊളി നിങ്ങൾ തെളിയിക്കണം. പിന്നെ അതിന്റെ 3.0 കൊണ്ടുപോകും അത് നമ്മൾ 3.0 കൊണ്ടുപോകും നമുക്ക് കാണാം. 4.0 കട്ടയ്ക്ക് ഓ, പിടിക്കുക. കാണാം, നമുക്ക് കാണാം. അത്രേ ഉള്ളൂ. പൈസക്ക് ഞങ്ങൾ 4.0 കൊണ്ടുപോയില്ല. പിള്ളേരുണ്ട് നമ്മുടെ പിള്ളേരുണ്ട് അവിടെ നമുക്കുണ്ട്. അല്ല ഇന്നെ ഞങ്ങളെ തന്തമാരാ. ഓക്കെ, അപ്പോ ഇത് ചെറിയ, എനിക്ക് തോന്നുന്നു നമ്മുടെ 4.0 കുറച്ച് ഏജ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരും 3.0 ഇങ്ങനെയാണ് ഏജ് റേഞ്ച് ഒക്കെ നിൽക്കുന്നത്. അപ്പൊ നമ്മ അത്യാവശ്യം പക്വതുള്ള ആൾക്കാരാണ് അടിപൊളി നിങ്ങൾ കാണിച്ചു കൊടുക്കണം, അവര് വേറെ രീതിക്ക് കാണിച്ചു തരും. അപ്പോ നമുക്ക് കട്ടയ്ക്ക് പിടിക്കണം. ഞാൻ 4.0 കൂടെ ഉണ്ടാവും. പിന്നെ 4.0 നമുക്ക് വിശ്വാസമില്ല കാര്യത്തിൽ കേട്ടോ. പിന്നെ 4.0 ഞാനുണ്ടോ 4.0 നമുക്ക് കുറച്ച് സിംഗേഴ്സിനെ കണ്ടുപിടിക്കണം. പാടി ജയിക്കും. അപ്പൊ നമുക്കും ഇവിടെ ഒരു സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. അവിടെ ആര്യത്താത്തുണ്ട്, ഫാത്തിമ ഉണ്ട്, പിന്നെ കുറെ ടീം അവിടെ ഉണ്ട് പാട്ട് പാടാനും ഭയങ്കര എൻഗേജിങ് ആയിട്ട്. അപ്പൊ നമുക്ക് ഇവിടെയും കുറെ ആൾക്കാരുണ്ട്. അറിയോ പാട്ട് പാടാൻ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാ, ക്രാക്ക് ചെയ്യാം. അതാണ് ഞങ്ങളെ പിള്ളേരൊക്കെ ഒന്ന് ഉഷാറായി വരുന്നുള്ള സമ്മതേ. പിള്ളേരൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം നല്ല പിള്ളേരെ. കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് റാപ്പ് ചെയ്യാം. ഇനി അധികം നേരം നിൽക്കണ്ട, കുറെ ആൾക്കാർ കുറെ സമയം നമ്മരെ വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം റാപ്പ് ചെയ്യാം. ബൈ ഗൈസ്, സീ യു ലേറ്റർ. ബൈ. ബൈ. Thank you all for your valuable time. Bye, sir. താത്ത എന്തെങ്കിലും പറയുന്നുണ്ടോ? അപ്പൊ എല്ലാരോടും ബൈ. പിന്നെ പാക്കലാം. കുറെ ആൾക്കാർ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്, അവരൊക്കെ ഇവിടെ ബാക്കി കാണുന്നുണ്ട്. ഇറങ്ങി പോടാ. ഓക്കെ, ബൈടാ.